Airbnb. ഈ Airbnb-യിൽ ലുക്മാൻ ചെയ്യേണ്ട ഒരു സംഭവം, ലുക്മാൻ ഈ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എന്താ കാര്യങ്ങളൊക്കെ പറയാം. ലുക്മാൻ ഈ വൺ കാസ്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അതിന് മുമ്പ് നിങ്ങളുടെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, നിങ്ങളുടെ രീതി എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് സിനാരിയോ മനസ്സിലായല്ലോ. പക്ഷേ നമ്മൾ എന്ത് കാര്യം കേൾക്കുമ്പോഴും നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, നമുക്ക് എന്ത് കാര്യം എന്നുള്ളത് മനസ്സിലായാലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ ഇപ്പം ഫാരിസ് ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്, ഒരു വർഷം, ഏകദേശം ഒരു വർഷം ആവണേ അല്ലേ. ഒരു വർഷം ഫാരിസിനെ ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാരിസ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമ്മൾ വാല്യുവേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്രയാണ് എങ്ങനെയാണ്. അപ്പോൾ ഫാരിസ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫാരിസിൻ്റെ മേഖല അവന് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മേഖല ഐഡൻറ്റിഫൈ ചെയ്ത് അവൻ തന്നെ പറയുന്നൊരു മേഖലനെ നമ്മളൊരു ബ്രാൻഡാക്കിയിട്ട് മാറ്റാൻ പോവുകയാണ്. ഒരു ബ്രാൻഡ് കൊണ്ടുവരും, സിനിമ ചെയ്ത പോലെ തന്നെ ഒരു ബ്രാൻഡാക്കി ഫാരിസ് കൊണ്ടുവരാൻ പോവാണ്. അതിൽ ഫാരിസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫാരിസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് അവന് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അവന് ചെയ്ത സംഭവത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഷാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കി അവിടെ ഉണ്ട്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താവും അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മളെ ഈ കുട്ടി മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റ് 54,500 ഡയറക്റ്റ്ലി ഫുൾ പേയ്മെൻറ്റ് ഓൾ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ഫാരിസിന് എന്താ വെച്ചാൽ ഫാരിസിൻ്റെ ആ ഒരു ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ഞാൻ എന്ത് ചെയ്യും, കറക്റ്റ് ആയിരിക്കും. അപ്പോഴേ അതിന് വാല്യൂ അവന് മനസ്സിലാവും, ഇത്രയാണ് എമൗണ്ട് അവനുള്ളത്. അത് അതിലേക്ക് നമ്മൾ വെക്കും. വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസാക്ഷൻ ഇവിടെ നടത്തുന്നില്ല. എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഒന്നുകിൽ ഈക്വലി എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈക്വലി നമ്മൾ എന്തെങ്കിലും തിരിച്ചൊരു ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ മൊബൈലിന് പോലെ ഈ മൊബൈലിൽ നിന്നുള്ള രീതിയിലുള്ള സാധനം അവിടെ വരും. ഒരു വാല്യൂഷൻ എന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും. എന്ത് ഇടപാടുകളും നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഫാരിസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രാൻഡ് ഫ്യൂച്ചറിൽ ഒരു ബ്രാൻഡിലേക്ക് ഫാരിസിനെ നമ്മൾ എത്തിക്കും. ഓക്കെ, അതിൽ ഫാരിസിൻ്റെ ഇപ്പോഴത്തെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 360 ഡിഗ്രീൻ്റെ ഒരു CEO എന്നുള്ള ലെവലിലുള്ള, അതായത് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു CEO എന്നുള്ള ലെവലിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫാരിസിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു സൂപ്പർ CEO എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ നമ്മൾ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റികളൊക്കെ വരുന്നുണ്ടല്ലോ. അതാണ് ഇപ്പോൾ ഫാരിസിന് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടി. ഇപ്പോൾ വൺ കാസ്റ്റ് കൊടുത്ത പോലെ, അപ്പോൾ വൺ കാസ്റ്റിനുള്ളതുപോലെ തന്നെ കുറേ ഫുൾഫിൽമെൻറ്റ് 360 ഡിഗ്രിയിലും വരാനുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിയാണ്. ഇതിലുള്ള നിങ്ങളുടെ പെർഫോമൻസ് ആണ് എന്തായി വരിക, ഫ്യൂച്ചറിൽ നിങ്ങളുടെ ബ്രാൻഡിലേക്ക് അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് വരിക. ആ ബ്രാൻഡിൻ്റെ വാല്യൂ കൂട്ടുന്നതിലും ആ ബ്രാൻഡ് വളരുന്നതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കും അവിടെ വരിക. അപ്പോൾ അത് അതിൻ്റെ സ്യൂട്ടബിൾ കെട്ടാകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താവും, നിങ്ങളൊരു ബ്രാൻഡ് ഓണറായിട്ട് തോന്നും. ആ സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടുപേരും ഓക്കെ. അതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ട്രാൻസ്പെറൻറ്റ്, നമ്മളെല്ലാ മീറ്റിങ്ങിലും നിങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. നമുക്കൊരു രഹസ്യ മീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളവിടെ വളരെ എന്ത് ചെയ്യുന്നു, രാവിലത്തെ മീറ്റിങ്ങിലടക്കം എന്ത് ചെയ്യുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ 3,70,000 കൺസൾട്ടിങ് കൊടുത്ത് കയറുന്ന ആളുകൾക്കുള്ള ഒരു സ്പേസാണ് ആക്ച്വലി അത്. പക്ഷെ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രി തരുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് അവിടെ ചെയ്യുന്ന ഓരോ ദിവസവും ഇത്തരം ഒരു വാല്യൂ ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 1,000 രൂപീസെങ്കിലും പേ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ് അവിടെ നിങ്ങൾക്ക് ഏറ്റവും മിനിമം 1,000 രൂപീസ് പേ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ ഡെയിലി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഓരോ ദിവസവും 1,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ കിട്ടൂ. നമുക്കറിയാം, അനിൽ ബാലചന്ദ്രൻ്റെ ഡെയിലി തന്നെയാണ് ആളും കൊടുക്കുന്നത്. ആ സംഭവത്തിന് അദ്ദേഹത്തിന് നല്ല എമൗണ്ട് 3-4 ലക്ഷം 5 ലക്ഷം 25 ലക്ഷമൊക്കെ പേ ചെയ്തിട്ടാണ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് പോലും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓൾറെഡി ഈ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് തന്നെ മെമ്പർഷിപ്പ് കിട്ടിയതാണ്. അപ്പോൾ അതിനാ ഒരു വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്താലാണ് അതിന് നിങ്ങൾ തിരിച്ചു കിട്ടുള്ളൂ. അത് സെറ്റ് ചെയ്യാത്തോടത്തോളം കാലം നിങ്ങൾക്ക് അതിന് തിരിച്ചു കിട്ടില്ല. മനസ്സിലായില്ല? നമ്മളിപ്പോൾ ഒരു സംഭവത്തിൽ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്നും കിട്ടില്ല. പെയ്ഡായിട്ട് അറ്റൻഡ് ചെയ്താൽ നമുക്ക് ചില സംഭവങ്ങൾ കിട്ടും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആ പെയ്ഡ് മെൻറ്റാലിറ്റി വരുമ്പോൾ നമ്മൾ തന്നെ മാറും എന്നുള്ളതാണ്. പക്ഷേ അത് പെയ്ഡാണ്. ഞാനൊക്കെ പണ്ട് കാലത്ത് അറ്റൻഡ് ചെയ്ത പല ട്രെയിനിങ്ങുകൾക്കും വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ആ ഒരു റേഞ്ചിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ഈടാക്കാൻ പറ്റുന്നത്. അപ്പം ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ മാറാം. അപ്പോൾ അതൊരു ബിസിനസ്സുകാരൻ്റെ ബേസിക് ക്വാളിറ്റിയാണ്. അപ്പോഴേ നമുക്ക് റിട്ടേൺ വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നത്. ഇനി നിങ്ങൾ ആദ്യത്തെ നിങ്ങൾ CEO എന്നുള്ള ലെവലിലുള്ള നിങ്ങൾ പെർഫോമൻസ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നിങ്ങളൊരു ബ്രാൻഡ് ഓണറാണ്. ബ്രാൻഡിൻ്റെ പാർട്ണർ. ഞാൻ ഫാരിസ് ജോയിൻ ചെയ്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഡേയിൽ ഫാരിസ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം അത് തന്നെയായിരുന്നു. കാരണം അവൻ മാത്രമാണ് വന്ന കൂട്ടത്തിൽ എന്ത് ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ട് ഉള്ള ഒരാൾ, ഒരു ബ്രാൻഡ് മൈൻഡ് സെറ്റോ ഒരു ബ്രാൻഡ് ഗ്രോത്തോ ഒരു ഗ്ലോബൽ ഗ്രോത്തോ ഒക്കെ പ്രകടിപ്പിച്ച ഒരാൾ ഫാരിസ് മാത്രം. അപ്പോൾ ഫാരിസ് മാത്രമേ അന്ന് ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇനിയത്തെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ നമ്മളൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായ സാധനമായിരിക്കും. അതൊരിക്കലും നമ്മളിവിടുന്ന് അടിച്ചേൽപ്പിക്കില്ല. ലുക്മാനെ നമുക്ക് പച്ചക്കറി ബിസിനസ് തുടങ്ങാനുണ്ട്, ലുക്മാനെ കൊണ്ട് പച്ചക്കറി ബിസിനസ് തുടങ്ങിയിട്ടില്ല.
ലുക്മാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇതാണ് എൻ്റെ സംഭവം എന്ന് ഓൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക, കംഫർട്ടായിട്ടുള്ള സാധനം. എന്നിട്ട് അതിനെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യും. അതിനെ വെച്ചിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾ ഇത്രയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളെ അണ്ടറിൽ നിങ്ങൾക്ക് ആദ്യ ലെവലിൽ നിങ്ങൾക്ക് ഒരു റീജിയണൽ ബ്രാൻഡും പിന്നീട് നിങ്ങളൊരു വലിയ പിന്നെ റേഞ്ചിലൊക്കെ എത്തുന്ന സമയത്ത് കുറച്ച് റേഞ്ച് കടന്നു കഴിഞ്ഞാൽ ഒരു IP ബ്രാൻഡ് നിങ്ങൾ സ്വപ്നം കാണാം. രണ്ട് സംഭവം ആദ്യം ഇതേപോലെ ബ്രാൻഡ് തുടങ്ങുക. ആദ്യം നിങ്ങൾ CEO എന്നുള്ള ലെവലിൽ കാര്യങ്ങൾ ചെയ്യുക. അല്ല ഇവർ നിൽക്കുന്ന ആ പോസ്റ്റുകൾ ഡീൽ ചെയ്തോട്ടെ, അതിനെ ഭംഗിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു സ്പേസ് പോയി നടക്കുന്നുണ്ടല്ലോ നമ്മളെ അതിന്റെ സ്പേസ് ഇപ്പൊ സ്പേസ് പോയി നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എപ്പോഴും സജീവമാകും, അതൊന്നും പ്രശ്നമില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി ആണ്, നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടാവണമെന്നുള്ളൂ. ഇപ്പോൾ ലുക്മാൻ ഇങ്ങനത്തെ ഒരു ഐഡന്റിറ്റി അവിടെ വരികയാണെങ്കിൽ ലുക്മാൻ എന്ത് ചെയ്യാം, ആ ഐഡന്റിറ്റി നമുക്ക് അവിടെ വിസിബിലിറ്റി നെറ്റ്വർക്ക് ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുക വേണ്ട. അത് നിങ്ങൾക്ക് ഫുൾ അവിടെ റെഡിയാണ്. നിങ്ങളതിന് വില്ലിങ് ആവണമെന്നുള്ളൂ, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആ ലെവലിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. ലുക്മാൻ ഇതിൻ്റെ CEO പ്ലസ് അടുത്ത പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള ലെവലിൽ ലുക്മാൻ ആ ടൈറ്റിൽ കൂടി ഉപയോഗിക്കാം. എന്നാൽ ആ ടൈറ്റിൽ അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങണം, അപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങണം. എന്നാലാണ് ആ ടൈറ്റിലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലുക്മാൻ അതിൽ പേഴ്സണൽ ബ്രാൻഡായി വന്നാലാണ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാൻഡ് കൊടുക്കാം. ഈ സിസ്റ്റത്തിലുള്ള അതായത് അവിടെ വരുന്ന ഒരു മെമ്പർക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ആ സ്പേസ് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും. ഓക്കെ, അതിലൊന്നും ഡൗട്ടില്ല. അതൊന്നും ഇതിനകത്ത് നിങ്ങൾക്ക് ട്രാൻസ്പെറൻസിൻ്റെ അല്ലെങ്കിൽ ഇതിനെ ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ നിങ്ങളതിൽ റെഡി ആയിട്ട് വരണം. നിങ്ങൾ റെഡി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓപ്പണായിട്ട് പറഞ്ഞാൽ മതി, എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വോയിസ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത പദ്ധതിയിൽ നമ്മളത് ഉൾക്കൊള്ളിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ അടുത്ത പദ്ധതിയിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പോവുക. അപ്പം ഞാനിത് കാണുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം സെമി പറഞ്ഞ സാധനം തന്നെയാണ് ഞാനും കാണുന്നത്. അതായത് ഒന്ന് ലുക്മാനെ സംബന്ധിച്ച് വൺ കാസ്റ്റിൻ്റെ CEO എന്നുള്ള പദവി, സെമീർ ഇത്രയും കാലം ചെയ്തിരുന്ന ആ പദവി എന്ത് ചെയ്യുക, ലുക്മാന് ഏറ്റെടുക്കുക. എന്നിട്ട് സെമീർ അടുത്ത സംബന്ധിച്ച് വൺ കാസ്റ്റിന് എന്ത് ചെയ്യണം, ഇതേപോലെ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരണം. വൺ കാസ്റ്റിന് ഇതേപോലെ തന്നെ ഒരു കോർഡിനേഷൻ പാർട്ട്ണറുമാണ്. ആ കോർഡിനേഷൻ പാർട്ട്ണർക്കാണ് പിന്നെ CEO ആവാൻ പറ്റുക. അപ്പം അത് ആദ്യ ഘട്ടത്തിൽ കുറച്ച് റിസ്ക് എടുത്താലും സെമീറിൻ്റെ സപ്പോർട്ടോട് കൂടി എന്ത് ചെയ്യുക, പരമാവധി ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻസൈറ്റ് കിട്ടും. നമ്മൾ വെറുതെ പുസ്തകം നോക്കി പഠിക്കണ പോലെയല്ല. നമ്മൾ അതിലേക്കുള്ള ഒരു കോർഡിനേഷൻ എന്ന് പറഞ്ഞ സാധനത്തിൽ 1-2 പ്രോഗ്രാം 1-2 സംഭവം ചെറിയ മീറ്റിങ്ങൊക്കെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പവർഫുൾ സംഭവമാണ്. അത് നിങ്ങൾ വിചാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് നാളെ വരാൻ പോകുന്ന ഗസ്റ്റ്, അടുത്താഴ്ച വരാൻ പോകുന്ന ഗസ്റ്റ്, ഇതൊക്കെ ഫാരിസാണ് ഡീൽ ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു പിന്നെ +2 കഴിഞ്ഞൊരു പയ്യൻ ഇതേപോലെ ആളുകളെ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യുമോ? ഔട്ട്സൈഡിലാണെങ്കിൽ ഒരു മൈൻഡ് തന്നെ ചെയ്യൂല. നമ്മൾ ഫാരിസ് എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു പവർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ആ പവറിൽ നിന്നിട്ട് ഇത് ചെയ്യുമ്പോൾ അവൻ ഡീൽ ചെയ്യാണ്. അപ്പോൾ അവരൊക്കെ മെസ്സേജ് ഇപ്പോൾ നാളെ റോഷനാണ്. ഇപ്പം സാധാ ലെവലിൽ റോഷൻ എന്ന് പറഞ്ഞാൽ റോഷൻ്റെ റേഞ്ച് എന്താണ് നമുക്കറിയാം. നമ്മളെ കൂടുതലുള്ളതാണ് റോഷൻ റേഞ്ച് എന്താണ്. ഒരു കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഒരു ഒപ്പ് വേണം. ഒരു കമ്പനി എന്ന് പറയുന്ന സാധനത്തിൽ ഇപ്പോൾ നമ്മളൊരു ഒരു കമ്പനി രൂപീകരിച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഒഫീഷ്യലി അതിൽ സൈൻ ചെയ്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ലീഗലി അംഗീകരിച്ച വ്യക്തിയാണ് റോഷൻ. റോഷന് സൈൻ ചെയ്ത് വീണാലാണ് അടുത്ത സ്റ്റെപ്പിലേക്കാണ് മൂവ് ആവുള്ളൂ. നമുക്ക് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വില എന്നുകൊണ്ട് കാര്യമില്ല. ചാർട്ടേഡ് അക്കൗണ്ട്, ഒരു കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ട് വില എന്താണെന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കാം. ആ ചാർട്ടേഡ് അക്കൗണ്ടിനെയാണ് ആര് കൺട്രോൾ ചെയ്യുന്നത്? ഫാരിസ് കൺട്രോൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ റോഷൻ്റെ മേലെ നിന്നിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അത് സാധാരണ ഫാരിസിന് അത് കഴിയില്ല. ഫാരിസ് എന്നുള്ളത് ഈ 360 ഡിഗ്രിയുടെ കോർഡിനേറ്റർ എന്ന് പറയുമ്പോഴാണ് പവർ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ റോഷൻ ഓക്കെ പറയുന്നത് റോഷൻ്റെ സമയമാണ് എടുക്കുന്നത്. സാധാ ലെവലിൽ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സമയം അത്യാവശ്യം 10,000 ചാർജ് ഉള്ളതാണ്. 1 മണിക്കൂർ സമയം നമുക്ക് അവർക്ക് കിട്ടണമെന്ന് ചാർട്ടേഡ് അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ പുറത്ത് വേണമെങ്കിൽ ആരോട് വേണമെങ്കിൽ അന്വേഷിച്ചു. ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാലും ഒരു CS എന്ന് പറഞ്ഞാൽ C&CS എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഏറ്റവും സുപ്രീം ലെവൽ അവരാണ് കംപ്ലീറ്റ് കൊണ്ടുവന്നത്. കമ്പനി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ കമ്പനി സെക്രട്ടറി അതിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട്, ഈ 2 ആൾക്കാരാണ് വലിയ വലിയ കമ്പനികൾ. അതായത് ഇപ്പോൾ ലുലുവിലൊക്കെ നമ്മളെ യൂസുഫ് അലി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ വരുന്ന മെയിൻ ആൾക്കാർ ഒന്നുകിൽ കമ്പനി സെക്രട്ടറി ആയിരിക്കും അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും. അതായത് ഫിനാൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി എന്താവും, ആരാണ്? ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും നോക്കുക. കമ്പനിയുടെ മറ്റുള്ള ഓപ്പറേഷൻസ് കംപ്ലീറ്റ് കമ്പനി സെക്രട്ടറി കണ്ടറിലായിരിക്കും. ഇവരും താഴെയാണ് പിന്നെ CEO വരുന്നത്.
ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മളൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ലീഗലി നമുക്ക് എന്ത് നേരെ ഈ വിഷയങ്ങളൊക്കെ റോഷനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ നമുക്കൊരു കമ്പനി വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്താൽ മതി, നേരെ റോഷൻ അതിന് സ്ട്രക്ചർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദിവസങ്ങളും ആഴ്ചകളും എടുക്കുന്ന മാസങ്ങൾ എടുക്കുന്ന പരിപാടി റോഷൻ അവിടെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തരും. അത് നമുക്ക് ഒരേ പ്രൊസീജിയറാണ്. ഒറ്റ ദിവസം കൊണ്ട് ഒരു കമ്പനി എന്താവും രൂപീകരിക്കും ലീഗലി. ഇപ്പം ഷമീർ ചെയ്തോ എനിക്കറിയില്ല, ഒരു 200 അത് ചെയ്യാം. അപ്പോൾ ആ കുട്ടിക്ക് ഒന്നുകൂടി വിശ്വാസം വരും. നമ്മൾ വെറുതെ അല്ല, ഇത് ലീഗൽ എഗ്രിമെന്റ് ആണെന്നുള്ളത്. പിന്നെ സെമീനെ സംബന്ധിച്ചും എന്താ വെച്ചാൽ ഒന്നുകൂടി കംഫർട്ടബിൾ ആവും. അല്ല, ഒന്ന് നമ്മൾ എന്താണോ നമ്മൾ ഇതിൽ കൊടുത്തത് റോഷൻ അറിയാതെ, റോഷനോട് ഞാൻ പറഞ്ഞു ഓൻ്റെ ടീം കണക്ട് ചെയ്ത് തരും. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ആധാർ കാർഡും സംഭവവും കൊടുക്കുക, പിന്നെ എന്താണ് നമ്മളൊരു പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യമില്ലെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ഓൾറെഡി ഒരു ഫോർമാറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. വൺ കാസ്റ്റ് നമ്മൾ അതാ ചെയ്തത്. സെമീന് ഓർമ്മ ഉണ്ടെന്നറിയില്ല, നമുക്ക് റോഷന് സാധനം അയച്ചൊന്നുമില്ല, ഒരു എഗ്രിമെന്റ് അയച്ചൊന്നുമില്ല. അല്ല, നമ്മളെല്ലാവരും സൈൻ ചെയ്ത് ഓർമ്മല്ലേ. അതേപോലെ ഇതിലെല്ലാവരും സൈൻ ചെയ്യണ്ട, സെമിയും ആ കുട്ടി സൈൻ ചെയ്താൽ മതി. ജസ്റ്റ് എന്താ വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു എഗ്രിമെന്റ് മാത്രമാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാതെ കമ്പനി എന്നുള്ള രൂപത്തിലേക്ക് അത് മാറ്റാം. ഓക്കെ, അപ്പോഴാണ് ആ കുട്ടിക്ക് നമുക്ക് ആ ഒരു വാല്യുബിൾ ഉള്ള സാധനമാണെന്നുള്ള ഫീൽ വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരമുള്ള സാധനമാണ്. ഒഫീഷ്യലി എന്തായാലും കമ്പനി ആയി മാറി. അപ്പോഴാണ് നമുക്ക് ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനോ അങ്ങോട്ട് കൊടുക്കാനോ ഒക്കെ ഉള്ള പ്രൊസീജിയർ അതാണ്. ഗവൺമെന്റിൽ ഒരു ഗ്രാൻഡ് വാങ്ങണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു കമ്പനി ഉണ്ടായാൽ മതി. അതൊരു കമ്പനി ഉണ്ടായാൽ നമ്മൾ ഇന്ത്യയിൽ ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഗവൺമെന്റ് നമ്മൾ കാണുക. ഒരു കമ്പനി ഡീൽ ചെയ്യുന്ന ഒരാളാണ് സ്റ്റാർട്ടപ്പ് എന്നുള്ള ലെവലിൽ. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആ കുട്ടീൻ്റെ സംഭവം സ്റ്റാർട്ടപ്പായിട്ടാണ് കാണുക. അപ്പം 3 വർഷം 4 വർഷം വരെയൊക്കെ ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് തരും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം നമുക്ക് ഈ ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സബ്സിഡി ഇനത്തിൽ നമുക്ക് എന്ത് ചെയ്യും, എമൗണ്ട് തരും. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അബ്ദുറഹ്മാൻ ഖാനോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് ഒരുപാട് സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിപ്പോൾ ആദ്യ ഘട്ടത്തിൽ CEO കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്രാൻഡ് ഓണർ ആവുക, മൂവ് ചെയ്യുക. അവിടെ നിങ്ങൾ പിന്നെ നിങ്ങൾ ചെയ്യുന്നതൊന്നുമില്ല, നിങ്ങൾ 360 ഡിഗ്രിയിലുള്ള ആ സിസ്റ്റങ്ങൾ ഫോളോ ചെയ്താൽ മതി അല്ലേ. ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു സോഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക, ആ സോഷ്യൽ ഗോൾ അനുസരിച്ച് അല്ല എല്ലാവരോടും ഒരേ സാധനം നമുക്ക് എല്ലാവരും പറയാനുണ്ട്, വേറൊന്നുമില്ല. മനസ്സിലാവുണ്ടല്ലോ അല്ലേ. അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ 360 ഡിഗ്രി പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മൂവ് ചെയ്താൽ മതി. പിന്നെ അതിൽ നിങ്ങൾക്ക് പറയുന്ന ടാസ്കുകൾ ഓരോന്നും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെ, അവനാണ് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ ടാസ്കുകൾ ഓരോന്നും അവനാണ് വേണ്ടിയിട്ടാണ്. ഇതിൽ ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ മൂവ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളെങ്ങോട്ടാണ് മൂവ് ചെയ്യാന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. ഉക്കുമാനെ ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ക്ലിയർ ചെയ്യണ്ടോ ചോദിച്ചോ. അതായത് പുതിയ ഒരു ഓപ്ഷൻസ് വരികയാണ്, ഇത് കൈ നീട്ടി സ്വീകരിക്കുക. അതാണ് എനിക്ക് അതിനകത്ത് പറയുന്നത്. മറ്റേ നമ്മള് എവിടെ പോയപ്പോ ഉക്കുമാനെ സംബന്ധിച്ചിടത്തോളം വിസിബിലിറ്റി കാര്യമൊന്നുമില്ല. നമ്മൾ ആ കർഷകരുടെ കുറ്റം 1 കൊല്ലമായി ഇതുവരെ ഒരു പ്രസന്റേഷൻ പോലും നമ്മൾ നടത്തിയിട്ടില്ല അല്ല സാറേ. അപ്പൊ നല്ലൊരു അവസരമാണ് എന്നുള്ളതാണ് എനിക്ക്. ഞാൻ ലുക്കുമാനെ ഇതിന് ഇനിഷ്യേറ്റ് എടുത്ത ആദ്യ സ്റ്റുഡിയോക്കാ വരുന്നത്. ഞാൻ ചെയ്താലും സ്റ്റുഡിയോക്കാ വരുന്നത്. എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് വരിക. മാത്രമല്ല നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ടാർഗറ്റ് വെച്ച് മാത്രമല്ല നിങ്ങൾ ടാർഗറ്റ് ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ CEO പോസ്റ്റിൽ നിങ്ങൾ അതിൻ്റെ എക്സ്ട്രീം ആളായിട്ട് മാറുക. നമ്പർ 1 അത് നോട്ട് ചെയ്ത് വെച്ചോ. നമ്പർ 2, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബ്രാൻഡ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു കറക്റ്റ് ഒരു പേഴ്സണൽ ഐഡന്റിറ്റി ഉണ്ടാക്കുക. ഒരു പേഴ്സണൽ ഐഡന്റിറ്റി നിങ്ങൾ ഇന്ന മേഖലയിലാണ്. പേഴ്സണൽ ഐഡന്റിറ്റി ഒന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. സെമി ബ്രാൻഡ് വിഷ്വലൈസർ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി, അവർ ഇതിൻ്റെ ആളാണ്. ഷമീർ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വിഷ്വലൈസർ എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ആ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത്, ആ ഐഡന്റിറ്റിന് അണ്ടറിൽ നിങ്ങളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബ്രാൻഡിന്റെ പാർട്ട്ണർഷിപ്പിലേക്ക് വരാം. സെമി വന്ന പോലെ, സെമി ആ കുട്ടി ജോയിൻ ചെയ്ത പോലെ. ഓക്കെ, അത് ആ രീതിയിൽ ഒരു ബ്രാൻഡ് പാർട്ട്ണർഷിപ്പിൽ വരാം. ഓക്കെ, ആ ബ്രാൻഡ് പാർട്ട്ണർഷിപ്പ് വരുന്നതോടുകൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഫീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യുക, 360 ഡിഗ്രി ക്ലബ്ബ് മെമ്പർ ആവുക. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, നിങ്ങൾ ആ കമ്പനീനെ വളർത്താൻ ശ്രമിക്കും. ഓക്കെ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 360 ഡിഗ്രി എന്നുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഏറ്റവും നല്ലതാണ്. പരമാവധി ഇങ്ങനത്തെ ആളുകളൊക്കെ നിങ്ങൾ നേരെ ഇതിലേക്ക് വരച്ചിടുക. ആ പ്ലാറ്റ്ഫോം നന്നായിട്ട് ഉപയോഗിക്കാം. 360 ഡിഗ്രി എന്ന പ്ലാറ്റ്ഫോം ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ആ കോമൺ പ്ലാറ്റ്ഫോമിനെ എന്ത് ചെയ്യുക, നല്ലപോലെ ഉപയോഗിക്കാം. നിങ്ങളുടെ ബ്രാൻഡ് വളർത്താനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് വളർത്താൻ. അപ്പോൾ ഇത് വരുന്നതോട് നിങ്ങൾക്കൊക്കെ 2 സാധനമായി. ഓക്കെ, രണ്ടാമത്തെ സാധനം വന്നു.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അണ്ടറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ടീമിനെ ബിൽഡ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഓരോന്നിനും സബ് വരും, ഓരോ സബ് വരും. ഇപ്പം ഫാരിസ് ആണെങ്കിൽ ഫാരിസിൻ്റെ അതേ ക്വാളിറ്റിയുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ടീമിലെ മെമ്പേഴ്സായിട്ട് അത് നമ്മൾ സാധാരണ ബിസിനസ്സിലാകുമ്പോൾ നമ്മൾ ഒരു സ്റ്റാഫിനുള്ള റിസ്ക് എന്താ വെച്ചാൽ ഓൻ വന്ന് അന്നതിൻ്റെ പിറ്റേ ദിവസം അന്ന് മുതൽ എന്ത് ചെയ്യുന്നു, ഓൻ ശമ്പളം കൊടുക്കേണ്ടി വരും. ഈ സിസ്റ്റത്തിൽ അങ്ങനെയല്ല, നമ്മൾ അവരെന്ത് ചെയ്യുക, പാർട്ട്നേഴ്സായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഒന്നെങ്കിലും നമ്മളൊരു മെയിൻ കമ്പനീൻ്റെ പാർട്ട്ണറായിട്ട് അവനെ എടുക്കുന്നു. അപ്പം എന്ത് ചെയ്യും, ഓന് നമുക്ക് വേണ്ടി അപ്പം ഇടവും വലവും നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു 10 പേരെ വിശ്വലൈസ് ചെയ്യുക, പിന്നെ ഒരു 100 പേരെ കാണും. ഒരു 100 പേരുടെ ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യും, സ്വന്തമായിട്ടൊരു ബ്രാൻഡ് വാങ്ങിച്ചു. ആ ബ്രാൻഡിനെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 കോടിയുടെ വാല്യുവേഷനിലെത്തിക്കും. ഇതാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അത് നിങ്ങളൊരു പിക്ചർ പോലെ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ എന്താ പറഞ്ഞത്, തിരിച്ചു ഒരു 50 കോടി വാല്യുവേഷൻ, ഇതാണ് ഒന്ന് കാണുന്നത്. 50 കോടി വാല്യുവേഷൻ, 100 പേര് നമ്മളെ അപ്പുറത്തുപുറത്തുമായിട്ട്, 100 ആളുകൾ. ഓക്കെ, 100 സ്റ്റാർട്ടപ്പുകൾ. അത് തുടക്കത്തിൽ പ്രയാസം ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങും. പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അതിലൊരു റിസ്ക്കും ഇല്ല. നേരെ ഈ 100 പേര് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കമ്മ്യൂണിറ്റി സിസ്റ്റം ഉള്ളത് നേരെ അതിൽ പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ മതി. 100 പേര് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാൻ പറ്റും. നിങ്ങളെ അതിൽ 10 പേരെ കാണുക, അത് നിങ്ങൾ ഒരാളെ കാണുക, ഒന്നാമത്തെ ആളെ കാണുക, 10 പേരെ കാണുക. അത് രണ്ടും കുറച്ച് റിസ്ക് ആയിരിക്കും. 10 കഴിഞ്ഞാൽ പിന്നെ 100ലേക്ക് എത്താൻ പണിയില്ല, ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വളർച്ചയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളൊരു 100 പേരും നിങ്ങളും നിങ്ങളൊരു ബ്രാൻഡിന് ഏറ്റവും ചുരുങ്ങിയ 50 കോടിയുടെ ഒരു വാല്യുവേഷൻ. ഇത് നിങ്ങൾക്ക് സാധാരണ നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് സ്വപ്നം കാണാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും, നിങ്ങൾ പണമൊക്കെ അതിന് പിന്നാലെ വരും. ഈ 100 പേരിൽ നിന്നും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് വരും, 100 പേരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാസം 5000 രൂപ, നിങ്ങൾക്ക് വെറും 5000 രൂപ ലാഭം കിട്ടിയെന്ന് കരുതും. അവരുടെ എല്ലാ ചിലവും പരിപാടിയും കഴിച്ചിട്ട് 100 പേരിൽ നിന്ന് 5000 രൂപ ലാഭം കിട്ടണേ എല്ലാ മാസവും. 5000 രൂപയിൽ നിന്ന് ലാഭം കിട്ടാത്തൊരു ബിസിനസ് ഉണ്ടാവില്ലല്ലോ ലോകത്ത്. പ്രത്യേകിച്ച് 5000 രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 5000 ഇൻറ്റു 100 എത്ര വരും? 5000 ഇൻറ്റു 100 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ നിങ്ങളെ പോക്കറ്റിലേക്ക് വരികയാണ്. നോക്കൂ, നിങ്ങൾ ഏറ്റവും നിങ്ങൾ മിനിമം ലെവലിൽ പണിയെടുത്താലാണ്. അപ്പോൾ മിക്കവാറും കമ്പനികൾ 5000-ലൊന്നല്ല നിങ്ങൾക്ക് പ്രോഫിറ്റ് വരിക. അപ്പോൾ നിങ്ങൾ ഓരോ സാധനങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ നമ്മളും കൂടി കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവർക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ഈ നെറ്റ്വർക്ക് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യണം. ഒരാൾക്ക് മാത്രമല്ലല്ലോ 100 പേര് വരുന്നത്, എല്ലാവർക്കും വരുന്നുണ്ട്. ഈ 100 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജബിളാണ്, ചെറിയ തോന്നും. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ ചെറിയ ചാർജ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വർക്കുകളും ഓരോ സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി, കാരണം ഫാരിസ് ചെയ്യുന്ന വേറെ സാധനമാണ്, ലുക്മാൻ ചെയ്യുന്ന വേറെ സാധനമാണ്. ഫാരിസിൻ്റെ കമ്പനിക്ക് ലുക്മാൻ്റെ കമ്പനിയിൽ സർവീസ് ആവശ്യം ഉണ്ടാവും, ലുക്മാൻ്റെ കമ്പനിക്ക് ഫാരിസിൻ്റെ കമ്പനീൻ്റെ സർവീസ് ആവശ്യം ഉണ്ടാവും. ഇതിൻ്റെ കൂടി ഇന്ത്യയിൽ തന്നെ ആവശ്യം ഉണ്ടാവും, ഇഷ്ടംപോലെ ആവശ്യങ്ങളുണ്ടാവും, നമുക്കൊക്കെ ആവശ്യം ഉണ്ടാവും. ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫാരിസ് ഇപ്പോൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞ സാധനം തുടങ്ങുന്നത്. നമുക്ക് നമ്മളൊരു സംഭവം ഉണ്ട്, ഇപ്പം OneCastൻ്റെ കോർഡിനേഷൻ ഫാരിസിൻ്റെ കമ്പനീനെ ഏൽപ്പിക്കാം. ഫാരിസ് പറയും ഒരു മാസം കോർഡിനേഷൻ ചെയ്യാൻ എത്ര രൂപ ചാർജ് വേണം, അങ്ങനെ കോർഡിനേഷൻ ചെയ്താൽ നമുക്ക് എന്താ ലാഭം കിട്ടും. ലാഭമാണെങ്കിൽ നേരെ എന്ത് ചെയ്യും, ഫാരിസിനെ ഏൽപ്പിക്കും. അപ്പോൾ എൻ്റെ കമ്പനിക്ക് ലുക്മാൻ്റെ ടെക്നോളജി ആവശ്യം ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ലുക്മാനെ ഒരു സെഗ്മെന്റ് AI ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റുഡിയോക്ക് എങ്ങനെയാണ് അവൈലബിൾ? അവന്റെ സോഷ്യൽ കോഡ് സ്റ്റുഡിയോ ആയിട്ട് കണക്ട് ചെയ്താക്കാൻ പറ്റും. എങ്ങനെയാണ് അതിന്റെ ആ ഒരു സിസ്റ്റം എങ്ങനെയാണ്? സ്റ്റുഡിയോയ്ക്ക് വരുന്ന ലുക്മാനെ സംബന്ധിച്ച് പിന്നെ ആദ്യത്തെ അവൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയുടെ CEO എന്നുള്ള ആ ദൗത്യമാണ്. ആ സംഭവമാണ് ചെയ്യുന്നത്. ഈ ലുക്മാൻ അതിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, അത് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ആ സ്റ്റുഡിയോയിൽ നിന്നിട്ട് 360 ഡിഗ്രിയുടെ ലുക്മാൻ എന്നുള്ള ആ ഒരു ബ്രാൻഡിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതവിടെ വളർന്നോട്ടെ, അതിനെന്താ പ്രശ്നം? അത് ലുക്മാൻ്റെ തന്നെ ആയിട്ട് അവിടെ വളർന്നോട്ടെ. ലുക്മാൻ അതിൽ റിസ്ക് ഇല്ലല്ലോ. ഇപ്പോൾ നമ്മളെ കുട്ടി, ആ കുട്ടി നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. ആ കുട്ടിയും ഇതേപോലെ നമ്മൾ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ വളരുകയാണെങ്കിൽ ആ കുട്ടി വളർന്നതുകൊണ്ട് OneCastനും ദോഷമില്ല. ഇവിടെ വേറെ ആർക്കും അതിൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ കൊടുക്കുക. വിചാരിച്ചാൽ ആ കുട്ടിയോടെ വളർന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. നമ്മൾ ടൈം കൊടുക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. ടൈം കൊടുക്കാതെ ഇരുന്നാൽ മതി. ടൈം കൊടുക്കാത്ത മോഡലാണോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം സപ്പോർട്ടാണ് കൊടുക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അത് നമ്മളിവിടെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു കമ്പനിയോട് വലുതാവാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ OneCast നിങ്ങളൊരു വ്യക്തിയായിട്ട് കാണും. പക്ഷെ OneCast ഇതേപോലെ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുക്കാനും OneCast ഇതേപോലെ ചെയ്യാനും കഴിയാത്തതുകൊണ്ട്
വൺ കാസ്റ്റിനുള്ള പാർട്ട്നേഴ്സ് നിങ്ങൾ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അപ്പം ഞാൻ ആലോചിച്ചാൽ മതി, സെമി ഒരു പാർട്ട്ണറെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ വൺ കാസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇതിലാണ് ചെയ്യുന്നത്. അതേപോലെ ഞാൻ എന്ത് ചെയ്യും, ഇതിലേക്കൊരു പാർട്ട്ണറെ കൂടി കൊണ്ടുവരും. വൺ കാസ്റ്റ് ഞാനൊരു പാർട്ട്ണറെ കൂടി കൊണ്ടുവരും എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ ഇൻകം വൺ കാസ്റ്റിലേക്ക് വരിക. വൺ കാസ്റ്റിന് എന്ത് ചെയ്യും, വൺ കാസ്റ്റിന് ഒരു പാർട്ട്ണറായിട്ട് ഒരാളെ നമ്മൾ കൊണ്ടുവരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റേഴ്സിനെ വേണ്ടി വരും. ഒരു എഡിറ്റിംഗ് പാർട്ണർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ വൺ കാസ്റ്റിലേക്ക് ഒരു എഡിറ്റിംഗ് പാർട്ണർ കൊണ്ടുവന്നാൽ മതി. ആ എഡിറ്റിംഗ് പാർട്ണർക്ക് അയാൾ ഉണ്ടാക്കുന്നതിൻ്റെ 50% അയാൾക്കും 50% വൺ കാസ്റ്റിലേക്ക് വരും. നാളെ പറഞ്ഞ സാധനം മനസ്സിലായില്ലേ? അപ്പോൾ വൺ കാസ്റ്റ് നിങ്ങൾ എന്താണ് ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ 2 നാഥന്മാരുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സൈഡിൽ കൂടെ വളരാൻ നിങ്ങൾ സഹായിക്കുന്ന വൺ കാസ്റ്റിന് പ്ലാറ്റ്ഫോമാണ്. വൺ കാസ്റ്റ് 360 ഡിഗ്രിയിലെ പ്ലാറ്റ്ഫോമാണ്. ഇത് നമ്മൾ ഇതിൽ ഉള്ളുന്നതല്ലേ ചെയ്യേണ്ടത്? വൺ കാസ്റ്റ് നല്ല ഈ കാര്യങ്ങൾ അത് വൺ കാസ്റ്റ് ഒന്നുകൊണ്ടാണ് ചെയ്യാൻ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ ഈ ഒരേ സമയം ഈ ഗ്രോത്ത് നിങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാക്കിയാണ് ഇത് നിങ്ങൾ മൈൻഡിൽ കാണാം. എപ്പോഴാണോ നിങ്ങൾക്ക് ചാലുവാ, നിങ്ങൾക്ക് കംഫർട്ട്, അപ്പം അതിലേക്ക് ഷിഫ്റ്റ് ആയാൽ മതി. ഇപ്പം ഈ ഒരു മൈൻഡ് ഉണ്ടെങ്കിലാണ് ഇത് നിങ്ങൾ കറക്റ്റ് ഒരു ഗോളായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഒരു ഇതേപോലെ ഒരു ഫ്രെയിം ചെയ്ത് വെക്കണം. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ അത് നിങ്ങൾ ഒരു എന്താ AI ഉപയോഗിച്ചുകൊണ്ടോ ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു ബിഗ് ബ്രാൻഡും നിങ്ങളുടെ ഇത്രയും പാർട്ട്നേഴ്സും. സത്യം പറഞ്ഞാൽ ഒരു ബ്രാൻഡല്ല നിങ്ങൾക്ക് വരിക കേട്ടോ. നിങ്ങൾ തുടങ്ങുന്നത് മാത്രമേ ഒരു ബ്രാൻഡ് ആവുള്ളൂ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് 100 കമ്പനി നിങ്ങളെ അവിടെ വരുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ സാധനങ്ങൾ ചാലുവാക്കുകയാണെങ്കിൽ 100 കമ്പനികളോട് വരുന്നുള്ളതാണ്. 100 കമ്പനിയിൽ നിങ്ങൾ പാർട്ണറായി. പക്ഷെ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഐഡന്റിറ്റിയാണ് ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ അണ്ടറിൽ നിങ്ങൾ 100 കമ്പനികൾ നിങ്ങൾ അതേപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എലമെന്റാണ് ബ്രാൻഡ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന് എന്ത് ചെയ്യാം, സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഫാരിസ് ആണെങ്കിൽ പിന്നെ ലുക്മാൻ ആണെങ്കിൽ വൺ കാസ്റ്റ് ആണ്. ഈ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ഇതൊക്കെ തരുന്നത്. മനസ്സിലാക്കണം ഈ ഒരു രീതിയിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കുന്നതോടെ അത് തെറ്റാൻ പാടില്ല. രണ്ടാമത് നിങ്ങൾ സെക്കൻഡറി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അതിനെ ഉപയോഗപ്പെടുത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനെ ഉപയോഗപ്പെടുത്തുക, അതിനെ സംരക്ഷിക്കുക, പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിലുള്ള ആളുകളെയും ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിലേക്ക് നിങ്ങൾ അതിനെ ഉപയോഗിച്ച് നിങ്ങൾ വിസിബിലിറ്റി ഉണ്ടാക്കുക. അവിടെ നിങ്ങൾ ഒരു ടോക്കൺ ഉണ്ടെങ്കിൽ അത് രാവിലെ കുളിക്കാതെ എഴുന്നേറ്റ് വന്ന് ആയിക്കോട്ടെ തന്നെ അങ്ങനെ വരാതെ അതിന് പ്രിപ്പയർ ആവുക. രാവിലെ 6 മണിയാകുമ്പോൾ നമ്മൾ കുളിച്ചൊരുങ്ങി റെഡിയായി അടിപൊളി ഡ്രസ്സിങ്ങിൽ വന്ന് അന്ന് ഫുള്ള് അതിന് വേണ്ടി എന്ത് ചെയ്യുക, ആ 2.5 മണിക്കൂർ നമ്മൾ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. സെമി ഒരു പരിധി വരെ ചെയ്തിട്ട് പോരാ. അതിനെ ഒരു 40 മാർക്ക് തരും. സെമി ഇപ്പോൾ ചെയ്യുന്ന സാധനം 40 മാർക്ക് തരാൻ പറ്റുള്ളൂ. അത് 100 ആക്കുക. ഒന്ന് നല്ല ഡ്രസ്സിങ്ങിൽ വരിക. ഡെയിലി അവിടെ എന്താവുക, ആ ഒരു ദിവസം സെമി ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു വീഡിയോ എടുത്തിട്ട് ഇതിലിടുന്ന രൂപത്തിൽ തന്നെ ആവുക. അപ്പോൾ ആ വീഡിയോ ബെസ്റ്റ് വീഡിയോ ആവണം. രാവിലത്തെ മീറ്റിംഗ് അത് ഫിസിക്കലി തന്നെ വരിക. നമ്മൾ എല്ലാവരും ഈ ഫിസിക്കലി തന്നെ കൊണ്ടുവരിക. അപ്പോൾ ഫിസിക്കലി കൊണ്ടുവരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വീട്ടിനുള്ളിൽ ഡെയിലി മീറ്റിംഗ് അല്ല, വ്യാഴാഴ്ച മീറ്റിംഗ്. വ്യാഴാഴ്ച മാറി ഡെയിലി മീറ്റിംഗ് നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളെ ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യാഴാഴ്ച എന്ത് ചെയ്യുക, കറക്റ്റ് നമ്മൾ സമയത്ത് അവിടെ എത്തുക, രാവിലെ നേരത്തെ എത്തുക. അങ്ങനത്തെ പ്ലാനിങ് നിങ്ങൾ എൻ്റർലി നിങ്ങൾ ഓൾറെഡി നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവും. സെറ്റാണ്. 9 മണി വരെ ഉള്ളൂ. 9 മണിയുള്ള ഫുഡും കഴിച്ച് കുറച്ച് അന്നൊരു 5 മണിക്ക് എഴുന്നേക്കുന്ന 4 മണിക്ക് എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് അതിനുവേണ്ടി പ്രിപ്പയർഡ്. ആരും ഇല്ലെങ്കിൽ നിങ്ങൾ വരിക. കുറച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഫുൾ ആളുകൾ വരും. അപ്പോൾ നമ്മളൊക്കെ ടീം ഇങ്ങനെ സെറ്റായി വരികയാണ്. ഓട്ടോമാറ്റിക്കലി അതൊക്കെ ഫുള്ളാവും. കാരണം നമ്മൾ ഓൾറെഡി ആ എൻജിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബ്രഷപ്പ് ചെയ്യേണ്ട പ്രശ്നമേ ഉള്ളൂ. എന്നിട്ട് അതിൽ നമ്മൾ ടോപ്പിക്ക് നല്ല പഠിച്ചു വന്ന് അവതരിപ്പിക്കും. എന്നും പറയുന്ന കഥ പറയാതെ പുതിയ സാധനങ്ങൾ ChatGPT ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ChatGPTയോട് വെറുതെ ടോപ്പിക്ക് വെക്കുകയല്ല ചെയ്യുന്നത്. ChatGPTയോട് നമ്മളീ പറഞ്ഞ കഥ ChatGPT ആദ്യം പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ പദ്ധതി. ഇത്രയും കാര്യം വെച്ച് ഞാനിപ്പോൾ ഈ ഒരു റേഞ്ചിലാണ്. ഞങ്ങൾക്ക് രാവിലെ ഇങ്ങനത്തെ മീറ്റിംഗ് ഉണ്ട്. ഞാൻ വലിയ 360 ഡിഗ്രി മീറ്റിങ്ങിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ വെറുതെ നിങ്ങൾ ആ ടോപ്പിക്കിന് വേണ്ടി ഒരു ടോപ്പിക്ക് ഇട്ടുള്ളൂ. ChatGPT അതേ തരുള്ളൂ. ഇതെനിക്ക് ഒരു സാധനം പറഞ്ഞതല്ല, അവിടെ വരുന്ന ആളുകൾ ഇത് കേൾക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു ദിവസം കൊടുത്തൊരു ടോപ്പിക്കല്ല എനിക്ക് വേറെ ദിവസം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റുകൾ ആരംഭിക്കുക. എന്നിട്ട് പിന്നെ അടുത്ത ആഴ്ച നെക്സ്റ്റ് അടിച്ചാൽ മതി. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം, ഇതിന് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതാണ് കഥ. എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്ര 50 കോടിയുള്ള ഒരു ബ്രാൻഡിലേക്ക് എത്തുകയും എൻ്റെ ബ്രാൻഡ് ഗ്ലോബലി എത്തിക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ ബ്രാൻഡ് വിഷ്വലൈസിംഗ് എന്നുള്ളതാണ് എൻ്റെ മേഖല. ഈ മേഖലയിൽ ഞാൻ ഇതേപോലെ 100 സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് ബിൽഡ് ചെയ്യാനും അതേപോലെ എനിക്ക് പരമാവധി വർക്കുകൾ ഇതിലേക്ക് വൺ കാസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഡെയിലി കഥ പറയുന്ന പോലെ വൃത്തിയായിട്ട് ഈ കക്ഷിക്ക് പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് ഒന്നും അറിയില്ല. അപ്പം ഞാനൊക്കെ വെച്ചാൽ ഓൾറെഡി പറഞ്ഞെടുത്തുകൊണ്ട് എനിക്ക് ആ രീതിയിൽ റെസ്പോണ്ട് A to Z കഥ പറഞ്ഞു കൊടുക്കണം.
മൊത്തത്തിലൊരു satisfaction. 360 ഡിഗ്രി എന്താണെന്നും അത് ആര് റൺ ചെയ്യുന്നു, എന്താണ് അതിൻ്റെ ലക്ഷ്യം, അതിൽ ആരൊക്കെ ഉണ്ട്, അതിലുള്ള ആളുകൾ ഇന്ന ജോലികൾ ചെയ്യുന്നു, ഇന്ന അതിൻ്റെ അത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. ഇന്ന വ്യക്തികൾ, അപ്പോൾ സജീവമായ ആൾക്കാരെ പേരും കാര്യങ്ങളും അവരുടെ മേഖല പറഞ്ഞു കൊടുക്കുക, അവരുടെ സോഷ്യൽ ബോർഡ് കാണിച്ചു കൊടുക്കുക, കൂടെയുള്ള ആൾക്കാർ ആരൊക്കെയാണ് അവരെ കൊടുക്കുക, വൺ കാസ്റ്റ് സ്റ്റുഡിയോ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ടോപ്പിക്ക് വെച്ച് നോക്ക്. അവരെ സാധ്യത ചെയ്യാൻ പ്രാക്ടിക്കലി ആളുകൾക്ക് ഒരു ടാസ്ക് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ തരണം എന്ന് പറയാം. അത് ഉണ്ടാക്കാൻ തുടക്കത്തിൽ ഉണ്ടാക്കാൻ കുറച്ച് പണി ഉണ്ടാവും. പക്ഷെ വൺസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വിസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം അടിപൊളിയാക്കും. ലുക്മാനും സെയിം. ലുക്മാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ടോക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലുക്മാന് തരും. അത് കറക്റ്റ് ആ രീതിയിൽ ഫുള്ള് സ്റ്റോറി എന്ത് ചെയ്യണം കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ആ ഒറ്റ പ്ലാറ്റ്ഫോം മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മേലേക്ക് കയറി പോകാൻ. അവരൊന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഇത്രയും രീതിയിലുള്ള ഈ ഒരു സാധനമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങൾ വിഷ്വലി ഇതല്ലാതെ അനദർ ഓപ്ഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇതല്ലാതെ എനിക്ക് പോകാൻ 100% ഉറപ്പുള്ള അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല നോക്കണ്ട, നേരെ നീക്കണ്ട ഇറങ്ങും. രണ്ട് കൽപ്പിച്ചിറങ്ങും. അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇതിൽ ഞാൻ നോക്കട്ടെ, ഈ സാധനങ്ങളൊന്നും ലോകത്ത് സക്സസ് ആയിട്ടില്ല, ഇതാണ് എൻ്റെ വഴി, 100% ഇതാണ് എൻ്റെ വഴി, ഞാൻ ഇത് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് കുറച്ച് നേരത്തെ കിട്ടിയത്. നമുക്കൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. സമീറിനാണ് എനിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് കുറേ പഠിച്ചിട്ട് കണ്ടെത്തിയാണ്. ഇവരെ സംബന്ധിച്ചെന്നാണ് നമ്മൾ ഓൾറെഡി എന്താണ് ഈ ട്രാക്ക് ശരിയാക്കിയതാണ്. ആ ട്രാക്കിലൂടെ ഓടിയാൽ മതി, തെറ്റുകൾ വരുത്താനില്ല. മനസ്സിലായില്ലേ? തെറ്റ് വരുത്തി എക്സ്പീരിയൻസ് ചെയ്ത് നേടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. തെറ്റില്ലാത്തൊരു സാധനം ട്രാക്ക് ചെയ്തിട്ട് ആ ട്രാക്കിലൂടെ ഓടിയാൽ മതി. വഴി വെട്ടി വെളിച്ച് വരണമെന്നില്ല. അത് വഴിയില്ലാത്ത ആളുകളാണ് വഴിയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത്, ബുദ്ധിമാനം എന്താ ചെയ്യേണ്ടത്. ചില ആൾക്കാർ ഞാൻ വഴി വെട്ടി വന്നവനാണ് പറയാറുണ്ടല്ലോ. വലിയ കഥയൊന്നുമില്ല. വഴിയില്ലാത്തവണ്ണോ വഴി വെട്ടി വന്നത്. നമുക്കിവിടെ എന്തുണ്ട്, നമ്മൾ അപ്പുറത്തൊരു വഴി നല്ല ഉണ്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ വഴി കൂടെ വരാതെ ഇവിടെ വഴി വെട്ടി വന്നാൽ എന്താ അവസ്ഥ? അങ്ങനെ വഴി വെട്ടി പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളൊരു വഴി വെട്ടിയിട്ടുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ വൃത്തിയായിട്ട് നടന്നാൽ മതി. ആ വഴി കിടന്ന് ഉരുളാൻ നിൽക്കരുത്. ആ വഴിയിൽ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് നടക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ട്രാക്കായാലും ഇനി അടുത്ത നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ കാര്യങ്ങൾ ഇത് നിങ്ങളെ തലയിൽ കയറണം. ഇത് നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഈ ഒരു സംഭവത്തിൽ ഇതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പറയാൻ ധൈര്യത്തോടുകൂടി പറയണം. ഒരാൾ വന്ന് ചോദിച്ചു എന്താ ലുക്മാനെ എന്താ എൻ്റെ പരിപാടി ചോദിച്ച് ഈ സ്റ്റോറി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ലക്ഷ്യം. ധൈര്യമായിട്ട് എനിക്കൊരു 100 എൻ്റെ ഫീൽഡിൽ, അങ്ങനെ തന്നെ പറയാതെ നിങ്ങൾ എല്ലാവരും പറയണ്ട, എൻ്റെ ഫീൽഡിൽ. അപ്പം നിൻ്റെ ഫീൽഡ് ഏതാണെന്ന് ചോദിക്കും. അപ്പം അതിന് ആൻസർ പറയണം. ഞാൻ ആരാണ്? ഞാൻ ഇന്നയാളാണ്, ഞാൻ സമീർ MHD. ഓക്കെ, എൻ്റെ ഫീൽഡിൽ നിങ്ങൾ ലുക്മാനെ എഴുതിക്കോട്ടോ. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങളെ വേർഷനിൽ എഴുതുക. എൻ്റെ ഫീൽഡിൽ അപ്പം ഞാനാരാ, നിങ്ങളെ പേര് എഴുതുക. നിങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെട്ടത് ആ പേര് എഴുതുക. ഇപ്പോൾ സമീർ MHD നമ്മളത് ബ്രാൻഡാക്കി. മുഹമ്മദ് ഫാരിസ് ആണെങ്കിൽ മുഹമ്മദ് ഫാരിസ്, അല്ലെങ്കിൽ ഫാരിസ് ഡിബോറ ആണെങ്കിൽ അങ്ങനെ ഡിബോറ, എന്തോ ആവാം. അതല്ല നിങ്ങൾക്ക് നിലവിലുള്ള ഏതെങ്കിലും ബ്രാൻഡ്, അല്ലെങ്കിൽ ലുക്മാൻ വൺ കാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ. നിങ്ങൾക്ക് എന്താണോ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് വരാനുള്ളത്, ആ ഐഡൻറ്റിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു പേര് പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ മേഖലയിൽ നിന്നുള്ള എൻ്റെ മേഖല, ആ മേഖല ഡിഫൈൻ ചെയ്യാം. സമീർ ബ്രാൻഡ് വിഷ്വലൈസിങ്, അതാണ് എൻ്റെ മേഖല. ടൈറ്റിലായി ബ്രാൻഡ് വിഷ്വലൈസിങ്. ലുക്മാനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അത് എഴുതുക, ഏതാണ് ആ മേഖല എന്ന് എഴുതുക. ഓക്കെ, എൻ്റെ മേഖലയിൽ 100 സ്റ്റാർട്ടപ്പുകൾ. അത് പുറത്ത് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. അത് പുറത്തുള്ള ആളുകൾ നമ്മൾ പറയുമ്പോൾ 100 സ്റ്റാർട്ടപ്പുകൾ, എൻ്റെ മേഖലയിൽ 100 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ബിസിനസ് താല്പര്യമുള്ള ചെറുപ്പക്കാർക്ക് അവസരമൊരുക്കുക. ഇതാണ് നിങ്ങൾ ജനറലായിട്ട് പറയാൻ പറ്റുന്ന സാധനം. അത് 100 ചെറുപ്പക്കാർക്ക് ഇതേപോലെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അവസരം ഉണ്ടാക്കുക. നമ്മളെ സംബന്ധിച്ച് എന്താണത്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, 100 ചെറുപ്പക്കാരെ നിങ്ങളുടെ ടീമിൽ അംഗങ്ങളായിട്ട് ഇട്ടുക. 100 ചെറുപ്പക്കാരെ നിങ്ങളുടെ ടീമിലെ മെമ്പേഴ്സായിട്ട് നിങ്ങൾക്ക് കിട്ടുക. അത് ലുക്മാൻ്റെ ഇടത് സൈഡിൽ 50 പേരും വലത് സൈഡിൽ 50 പേരുമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിരന്ന് നിൽക്കുന്നതായിട്ട്, അതിൻ്റെ ലീഡറായിട്ട് ലുക്മാൻ നിൽക്കുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ നടത്തിയ ഓറ പ്രോഗ്രാം പോലെ വലിയൊരു പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ നമ്മൾ സമീർ ആൻഡ് ഹിസ് പാർട്ട്നേഴ്സ്, അല്ലെ ഹിസ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ട് വരുന്ന ആൾക്കാർ ഇവരൊക്കെ കോൺഫിഡൻസോടുകൂടിയാണ് നിൽക്കുന്നത്. നമ്മളെ സ്റ്റാഫിനെ വിളിക്കുന്ന പോലെ എല്ലാവരും വരിക. കാരണം ഇവരൊക്കെ എന്ത് ചെയ്യാണ്, തസ്നീനെ പോലെ ഒരു 100 പേരിങ്ങനെ നിരന്ന് കോട്ടും സൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക.
അത് നടക്കുന്നു ഇപ്പൊ സമയം തോന്നില്ലേ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഇവർ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നത്. തെസ്നിയെ പോലെ ഒരാളെ നമ്മൾ കംപ്ലീറ്റ് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് എടുത്തത്. അങ്ങനെ എല്ലാം അവർ ഒബ്സർവ് ചെയ്തു. അവൾക്കത് താല്പര്യം ഉണ്ടോ ഇല്ലേ, അവൾ എന്താണ് പഠിച്ചത്, ആ ആറ്റിറ്റ്യൂഡ് ഉണ്ട് മനസ്സിലായപ്പോഴാണ്. മനസ്സിലായ അന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു നോക്കുക വേണ്ട സമയം കൊടുത്തിട്ടുണ്ട്. ഒറ്റയടിക്കാൻ അവൾ ആ പൊസിഷനിലേക്ക് കയറി. ഓക്കെ, അപ്പം ഈ ഒരു കാര്യമാണ്, ഇത്രയും ഈ ഒരു സംഭവമാണ് ഇത്രയും ഇപ്പൊ എനിക്കും പറ്റില്ല. ഇപ്പൊ എന്റെ വീട്ടില് എന്റെ മേഖല 100 സ്റ്റാർട്ടപ്പുകൾ ഒന്ന് പറഞ്ഞ അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ തെസ്റ്റിന്റെ സ്റ്റാർട്ടപ്പ് ഇനിയിപ്പോ ഇതൊക്കെ എങ്ങനെ കണക്റ്റഡ് ആവുന്നുള്ളത് നമുക്ക് ഞാൻ പറയാൻ പോകുന്നത്. അല്ല, വൺ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അല്ല വൺ കാസ്റ്റ് എന്നുള്ളത് വൺ കാസ്റ്റിനെ സെപ്പറേറ്റ് തന്നെ കാണും. ഇതേപോലെ സമീർ പിന്നെ ഓൾറെഡി ഇപ്പം ഒരാളെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ഒരു ഇത് വെച്ചാൽ ഞാൻ വൺ കാസ്റ്റ്, ഞാൻ CEO ആണ്. വൺ കാസ്റ്റ് ഒരു സാധനം കൊണ്ടുവരാം, അതായത് ഒരു പയ്യനെ കൊണ്ടുവരിക. അതായത് ഒരു എന്താ പറയുക, വീഡിയോ എഡിറ്റർ ആണെങ്കിൽ വീഡിയോ എഡിറ്റർ, വീഡിയോ ഷൂട്ടർ ആണെങ്കിൽ വീഡിയോ ഷൂട്ടർ. ഓന് ഇവിടെ നിൽക്കട്ടെ, ഓന് വർക്ക് കൊണ്ടുവന്നോട്ടെ. അതിന് 50% ആർക്കായിരിക്കും? വൺ കാസ്റ്റിനായിരിക്കും. 50 ഓന് സ്പേസ് കൊടുക്കുന്നു, ഓന് ഇവിടെ നിന്ന് വർക്ക് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. സ്പേസും കാര്യങ്ങളും കൊടുക്കുന്നു. 2 മാസം വരെ നമ്മൾ ആ സ്ട്രക്ചർ കണ്ട് അതേപോലെ എടുത്താൽ മതി. 2 മാസം വരെ ഓന് ഫ്രീ ആണ്. 2 മാസം വരെ ഓനൊന്ന് സ്റ്റാർട്ടാകും ഫ്രീ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഓൻ ചെറിയൊരു പെർസെൻറ്റേജ് വൺ കാസ്റ്റിൽ എന്ത് ചെയ്യണം, ഓന് സെപ്പറേറ്റ് ബിസിനസ്സാണ്. കേൾക്കുന്നുണ്ടോ? നമ്മളൊരു എഡിറ്ററെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരിക വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക, ഇപ്പം സമീറിനെ എങ്ങനെയാണോ കൊണ്ടുവന്നത് അതേ പ്രൊസീജിയറിൽ തന്നെയാണ് വൺ കാസ്റ്റിലും കൊണ്ടുവരിക. ഒരു എഡിറ്റർ നമ്മൾ എങ്ങനെ എടുക്കുന്നു, എങ്ങനെയാണ് ലുക്മാനോട് വന്ന് 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലേ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ 360 ഡിഗ്രി ക്ലബിൽ ഉൾപ്പെടെ ചേർന്നിട്ട് അവരെന്ത് ചെയ്യാണ്, അവരെ ഒരു ബ്രാൻഡായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു എഡിറ്റർ ബ്രാൻഡായിട്ട് അവനെ കൊണ്ടുവരിക. ഓൻ എന്ത് ചെയ്യണം, അവൻ്റെ പാർട്ണർ ആരാണ്? ലുക്മാനെ വരുന്ന ആളുടെ പാർട്ണർ സ്റ്റുഡിയോ ആണ്, വൺ കാസ്റ്റ് ആണ് പാർട്ണർ. അപ്പോൾ വൺ കാസ്റ്റിൻ്റെ പാർട്ണർ ആവാനാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 50% അവന് കൊടുക്കാൻ, അതിന് നമ്മൾ ഇത് വിചാരിക്കേണ്ട, അതിന് നമ്മൾ ശമ്പളം കൊടുക്കണ്ടേ. അതിൽ എന്താണോ ലാഭം ഉണ്ടാവണം, ലാഭത്തിൻ്റെ 50% നമുക്ക് 50% കിട്ടിയാൽ മതി. വർക്കും ഓൻ തന്നെയാണ് കൊണ്ടുവരുന്നത്, അതാ രസം. വർക്കും ഓൻ തന്നെയാണ് അധികവും കൊണ്ടുവരുന്നത്, ഡീൽ ചെയ്യുന്നത്. നമ്മുടെ അടുത്തുള്ള വർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അടുത്തുള്ള വർക്ക് ഓന് കൊടുക്കുന്നു, അവർക്ക് നമ്മൾ പുറത്ത് പോയി ചെയ്യിക്കുന്നതിന് പറഞ്ഞാൽ ഓൻ്റെ അടുത്ത് ചെയ്യിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അത് പോകാൻ ചെയ്തു തരുന്നത് 300 രൂപയ്ക്കാണെങ്കിൽ നമ്മൾ 600 രൂപയ്ക്ക് കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പോ ഞാൻ പേഴ്സണലി ഇനീഷ്യലി എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? ഒന്ന് ബ്രാൻഡ്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ 100 പാർട്ട്നേഴ്സ് ഉണ്ടാക്കുന്നതിലേക്കാണ് ഫോക്കസ്ഡ് ആണ്. അതൊരു ഭാഗത്ത് പോയിക്കോട്ടെ. സ്റ്റുഡിയോയിലേക്ക് ഞാൻ എങ്ങനെയാണ് സ്റ്റുഡിയോയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഇപ്പം നമ്മൾ സ്റ്റുഡിയോയിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണം, ലുക്മാനെ സപ്പോർട്ട് ചെയ്യണം. കാരണം അത് അവിടെ ചില സമയത്ത് ചില നമ്മൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് എല്ലാ പണിയും ചിലപ്പോൾ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ലുക്മാൻ അപ്പം നമ്മൾ എഡിറ്ററായി മാറേണ്ടി വരും. നമ്മൾ പണി വിടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒരു അക്കൗണ്ടന്റ് വെച്ചിട്ടുണ്ട്, അക്കൗണ്ടന്റ് ഇല്ല. അപ്പം അന്ന് അക്കൗണ്ടിങ് വർക്ക് സെമി തന്നെ ചെയ്യണം. സെമിക്ക് തന്നെയാണ് റെസ്പോൺസിബിലിറ്റി. പക്ഷെ അതെന്ത് ചെയ്യണം, മെല്ലെ എന്ത് ചെയ്യണം, ലുക്മാനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ലുക്മാനും അതേപോലെ തന്നെയാണ് 100% റെസ്പോൺസിബിലിറ്റിയോട് ഈ കാര്യം ചെയ്യുക. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിലാണ് റെസ്പോൺസിബിലിറ്റി എന്ന് സ്വയം ഒരാൾ പറയാതെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ചെയ്യുമ്പോഴാണ് നമ്മുടെ കമ്പനിയിലും അതേപോലെ നമ്മളെ കൂടെ നിൽക്കുന്ന ടീം തിരിച്ച് നമ്മളോട് ചെയ്യുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം, എൻ്റെ ലുക്മാനും കണക്കുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു 100 സ്റ്റാർട്ടപ്പ് എന്ന ലെവലിൽ നമ്മൾ മൈൻഡിൽ കാണും. അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്റ്റുഡിയോയിലേക്ക് രണ്ടുപേരും കോൺട്രിബ്യൂഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പം നമ്മൾ വിചാരിച്ച ചിലപ്പോൾ സെമീറിന് 2 ആളെ കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റുഡിയോക്ക് ഒരാളെ കിട്ടുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ലുക്മാൻ ഇങ്ങനത്തെ വിഷയം കണ്ടു തുടങ്ങാം. എങ്ങനെ ലുക്മാനും ഈ ഒരു വിഷയം തന്നെ ഓനും അതേപോലെ തന്നെ കണ്ടു തുടങ്ങാം. നിങ്ങൾ പേഴ്സണലി നിങ്ങൾ വളരണം. ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് പേഴ്സണലിയും ഇതിൻ്റെ ഉള്ളിലും വളരാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. ഈ പ്ലാറ്റ്ഫോമിന് എന്ത് ചെയ്യാണ്ടാ നിങ്ങൾ മനസ്സിലായില്ലേ? പേഴ്സണലി നിങ്ങൾ വളർന്നു പക്ഷെ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോയി ഞങ്ങൾക്ക് ഈ സിസ്റ്റം പുറത്തു പോയി നിങ്ങൾക്ക് ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാം. പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നിട്ട് എന്ത് ചെയ്യുക, പ്ലാറ്റ്ഫോമിൻ്റെ പാർട്ടായിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വൺ കാസ്റ്റ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം നമുക്ക് ഇതിന് പാർട്ട്നേഴ്സ് ഉണ്ട്, അവരോട് ആൻസർ പറയണം. അപ്പം നമ്മൾ വളരുന്നുണ്ട് എന്നുള്ളത് ഒരു തെറ്റല്ല, നമ്മൾ വളരണം. പ്ലസ് അതോടൊപ്പം നമ്മൾ വൺ കാസ്റ്റ് വളർന്നതായിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മൾ വളരുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളെ തെസ്നി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, വീഡിയോ ചെയ്തു.
പറഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് അതിൽ ഇടണം, പേയ്മെൻറ്റ് വാങ്ങണം, തൽക്കാലം അവിടെ നിന്നോട്ടെ. അവര് തരും. ഓൾ കുറച്ച് കഴിഞ്ഞ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് ഓൾക്ക് വർക്ക് വരാൻ തുടങ്ങും. അതെ. അപ്പോൾ അതിന് കറക്റ്റ് കണക്ക് എന്ത് ചെയ്യും അവിടെ ബോധിപ്പിക്കും. അപ്പോൾ ദസ്നി പറയും ഈ മാസം എനിക്ക് 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ ലാഭമുണ്ട്. ഓക്കെ, ആ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങടെ വരിക, നിങ്ങൾ കമ്പനിക്കാണ് ലാഭം വരിക. എന്നുവെച്ചാൽ തസ്നിക്ക് 10000 രൂപ അവിടെ വന്നു കഴിഞ്ഞാൽ തസ്നിക്കും സമീറിനും രണ്ടുപേർക്കും ഈക്വൽ ആയിരിക്കും അത് വരിക. അപ്പം നമ്മൾ പറയും ഓക്കെ, നമ്മൾ 10000 രൂപ ലാഭം വന്നല്ലോ, നമ്മൾ വൺ കാസ്റ്റിലേക്ക് ഒരു 3500 രൂപ നമ്മൾ പണ്ടത്തെ ഒരു കടണ്ട് നമ്മൾ ക്ലിയർ ആക്കിയാലോ, അത് ക്ലിയർ ആക്കി. ആ 3500 രൂപ ഇവിടെ വന്നു. അപ്പം ലുക്മാൻ ഇവിടെ ഫണ്ട് വന്നോ, ആ വർക്ക് അവിടെ വന്നുകൊണ്ട് അന്ന് കുറേ മുമ്പ് ചെയ്ത വർക്ക് കൊണ്ടാണ് ഓക്ക് എന്ത് ചെയ്ത് നെക്സ്റ്റ് ലെവലിൽ കയറാൻ പറ്റി. കടം കൊടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആകുമ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് അപ്പം തന്നെ എഴുതി വെക്കണം, ഇവിടെ എഴുതി വെക്കണം, ഓളെ കയ്യിലും രേഖമാണ്. രണ്ടാളും ഇത്രയും സാധനം ഇവിടെ ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ആ കാരണം ഇതുമായിട്ട് കണക്ട് ചെയ്ത സംഭവങ്ങളൊക്കെ അവിടെ ഫണ്ടുകൾ വന്നോളൂ, ആ വരുന്ന സമയത്ത് തിരിച്ചു വാങ്ങിയാൽ മതി. ഇതേപോലെ ഫാരിസ് ഒരു സംഭവം ചെയ്തു, ഫാരിസിന് ഇതേപോലെ തന്നെ ഫാരിസിൻ്റെ കമ്പനി അല്ലെങ്കിൽ 360 ഡിഗ്രിക്ക് ഒരു സംഭവം ചെയ്തു, അല്ലെങ്കിൽ ഇന്ന സംഭവം ചെയ്തു, അതും അവിടെ എഴുതി വെക്കുക. അതും വലിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഇട്ടാൽ പോലും നമുക്കത് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, അതിങ്ങോട്ട് കിട്ടുകയാണ്. അങ്ങനെ ഓരോരുത്തരുടെ അണ്ടറിലും ഇതേപോലെ ആവശ്യങ്ങൾ വരും. അപ്പം ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ ആ വർക്കൊന്നും എന്താവില്ല, പുറത്തു പോകില്ല. കാരണം നമ്മളെ ടീം തന്നെയാണ് ചെയ്യുന്നത്. ഇനി സെമീൻ്റെ അണ്ടറിൽ അടുത്തൊരാൾ വന്നു തരുക, ഒരു മെയിൽ, നമുക്ക് അടുത്ത ആവശ്യമുള്ള സാധനമാണ് ഒരു മെയിൽ മേക്കപ്പിസ്റ്റ്, ആണുങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്ന ഒരാൾ ആവശ്യമുള്ള സാധനമാണ്, അത് സ്കോപ്പ് ഉണ്ട്. അതിന് പറ്റിയ ഒരാൾ വന്നാൽ നമ്മൾ അയാളെ പാർട്ട്ണറാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് നമുക്ക് ഒരു ഓഫറും കൂടി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിനും കൂടി തരുന്നതായിരിക്കും. പാട്ട് പാടാൻ നിങ്ങൾക്ക് വരുന്ന അത് ടെസ്റ്റിനെ കണക്ട് ചെയ്ത് കൊടുക്കണ്ട, അതിന് മേക്കപ്പ് പിന്നെ മെയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരാളെ നമുക്ക് പാർട്ണറായിട്ട് വെക്കാം. ലേഡീസ് വരുമ്പോൾ ടെസ്റ്റിനെയും ഏൽപ്പിച്ച് കൊടുക്കാം. മനസ്സിലായില്ലേ, അത് അയാൾക്ക് കൊടുക്കാം. ടെസ്റ്റിനെ അണ്ടർ ചെയ്താലും മതി, കുഴപ്പമില്ല. പക്ഷെ അത് സെപ്പറേറ്റ് തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഓനും വർക്കായി നമുക്കും വർക്കായി. മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ എന്താ വെച്ചാൽ ഓരോ സംഭവം നമ്മളിതൊക്കെ കണക്ട് ചെയ്ത് പോകും. ഓക്കെ, ഇപ്പോൾ ലുക്മാൻ ചെയ്തു, ലുക്മാൻ എന്ത് ചെയ്തു, ലുക്മാൻ്റെ ബ്രാൻഡിൻ്റെ അണ്ടറിൽ AI റീലുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് കിട്ടിയത് വരിക. ഓൻ അതിൽ മാത്രം സ്പെഷ്യലിസ്റ്റാണ്. ഓൻ എന്താക്കി, അത് വെച്ചിട്ട് നമ്മൾ ബ്രാൻഡാക്കി ആ ഒരു സംഭവം. അപ്പോൾ അത്തരം വർക്കുകൾ വരുമ്പോൾ നേരെ എന്താണ്, ഓനെ നേരെ എന്ത് ചെയ്യുക, ഓൻ കിട്ടുന്നതിന് പാതി അങ്ങോട്ടുള്ളതാണ്, ഓൺകാസ്റ്റിലേക്കുള്ളതാണ്, പാതി ഓനുള്ളതാണ്. റിസ്കില്ല. ഓൻ തന്നെ ഒരു സ്വന്തമായിട്ടൊരു ബ്രാൻഡ്, ഒരു കമ്പനി ആയിട്ട് വളരുമ്പോൾ അവന് ഇതേപോലെ നമ്മൾ സാധനം വെച്ച് കൊടുക്കും. ഓന് ഇതേപോലെ വളരുന്ന സംഭവമാണ്. ഓനും ഇതേപോലെ പ്ലഗ് ഇൻ ചെയ്താൽ മതി. നമ്മളെങ്ങനെയാണ് വളരുന്നത്, ഇപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കാരണം നമ്മൾ നിലയിൽ പോകുന്നപ്പോൾ ലുക്മാൻ സമീർ എന്താ ചെയ്യുന്നത് അതേ കാര്യം ചെയ്താൽ മതി. അതെ അതെ അതെ, അതേ കാര്യങ്ങൾ തന്നെ ലുക്മാൻ ചെയ്യേണ്ടത്. അപ്പം അതിന് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സാധനങ്ങൾ അതേപോലെ ചെയ്താൽ മതി. കൺഫ്യൂഷൻ ഉണ്ടോ ഇനി മനെ ചോദിച്ചോ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ മൈൻഡിൽ കാണുക, നിങ്ങൾ അങ്ങനെ തന്നെ ആ ഒരു പൊസിഷനിൽ കാണുക. അത് റൂട്ട് തെറ്റാതെ നിങ്ങൾ ഉറപ്പ് വരുത്തുക, ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് കറക്റ്റ് ഉറപ്പ് വരുത്തി പോവാം. അപ്പം നമ്മളെന്ത് ചെയ്യുക, നമുക്കൊരു ടേണിംഗ് പോയിന്റ് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുമ്പോഴാണ്. ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ എപ്പോഴാണോ പിന്നെ ലുക്മാന് സാധിക്കുന്നത്, അപ്പം പുതിയൊരു ടേണിംഗ് പോയിന്റ് ആയി. സമീറൊന്നും ഫീൽ ചെയ്തിട്ടില്ലേ, ഒരു പുതിയൊരു കമ്പനി തുടങ്ങി, പുതിയ സംഭവം, പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങും വന്നോളൂ, ഫീൽ ചെയ്യും. അവിടെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴേ നമ്മുടെ കൂടെ ആണല്ലോ എന്നത് മുതലൊരു സപ്പോർട്ട്. ശരി സാർ പറഞ്ഞ ശരിയാണ്. 1, 2, 3, 4 പിന്നെ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ ഇതിന്റെ ഒരു വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ നെക്സ്റ്റ് ലെവൽ ഇതിന്റെ ആക്ടിവിറ്റീസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് നമ്മൾ ഓരോ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം തന്നെ ആയിരിക്കും അവിടെ സെഷനുകളായിട്ട് വരിക. നമ്മുടെ അടുത്തുള്ള ഈ ഓരോ ചെറിയ സാധനങ്ങൾ ബ്രാൻഡുകൾ തന്നെ ആയിരിക്കും അവിടെ ചിലപ്പോൾ ലോഞ്ചിങ് തന്നെ ആയിക്കോളുന്നില്ല. നമുക്കൊരു ഇപ്പം അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ സമീർ ചെയ്യുന്ന ഇപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ആ സംഭവം ചെയ്യുന്നത്, അപ്പോൾ തെസ്നി വന്നിട്ട് ഒരു 10 മിനിറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ ആളുകൾ കുറച്ച് ടിപ്സ് കിട്ടുകയും ചെയ്തു. നമ്മളെ ബ്രാൻഡുകൾ തന്നെ മതി അവിടെ ടോക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ. അപ്പം ഓട്ടോമാറ്റിക്കലി അതും എന്താവും. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കച്ചവടം അങ്ങോട്ടും നടക്കും. അതേപോലെ തന്നെ നമ്മളെ പ്രൊഫിക്സോ നമ്മളെ BA ബ്രാൻഡ് പ്രോഗ്രാമോ അങ്ങനത്തെ പ്രോഗ്രാമോ ഒക്കെ വരുമ്പോൾ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊക്കെ ചെറിയ അവസരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഈസി ആവുന്നത്. എല്ലാം അങ്ങോട്ട് ഇടപാടുകൾ നടക്കണം.
അത് ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്താവും അതൊക്കെ ചാലുവാകും. അങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിടണം. ആക്റ്റീവാക്കി ഇട്ടാൽ മതി. ഓക്കെ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ രാവിലെ ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തു. അപ്പോൾ അത് ടെസ്റ്റിക്ക് മാത്രമുള്ള ടാസ്ക് അല്ല, നിങ്ങൾക്ക് ഓരോരുത്തർ തലയിലേക്കും കയറിയിട്ടുണ്ടാവും. ആ ടാസ്കുകൾ നമ്മൾ ചെയ്യും. സോഷ്യൽ ഗോൾ സോഷ്യൽ ഗോൾ അതിലേക്ക് വരാം. ഈ ടാസ്ക് പൂർത്തിയായിക്കോട്ടെ വെച്ചിട്ട് ആ ടാസ്ക് കൊണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം ചെയ്യുന്നുണ്ട്. ടാസ്ക് അത് തന്നെയാണ്. ആ 100 പേരെ എന്ത് ചെയ്യുക, കസ്റ്റമർ ആക്കുക എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ ഗോൾ. ഞാൻ പറഞ്ഞത് കസ്റ്റമർ ആക്കാനും നെറ്റ്വർക്ക് ഇതിനുള്ള ആളെ കിട്ടേണ്ടതും ആ 100 പേരെ ഇതാക്കുക. 100 പേരിൽ നമ്മൾ ഫിൽറ്റർ ചെയ്ത് നമുക്ക് 20% ആൾക്കാരെ കണക്ഷൻ കിട്ടിയാൽ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ മന്ത്രത്ത് പോകുന്നത് ചാജിപ്പിന്റെ മറ്റേ കാരണത്ത് പുള്ളിക്കാരുണ്ടാക്കി എനിക്ക് സെൻഡ് ചെയ്യാറുണ്ട്. അത് പറഞ്ഞത് ഇത് ഇതേപോലെ ഇങ്ങനെയുള്ള നമ്മൾ ചൂസ് ചെയ്ത ആൾക്കാർ നമ്മൾ ഈ സംഭവത്തിന്റെ ആക്ടിവിറ്റി ഫാരിസ് വർക്കില്ല ചെയ്ത ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ. നമ്മൾ ഈ സംഭവം ചെയ്യുമ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചാടിക്കറി വെറുതെ ആയിക്കോട്ടെ എന്നാണ് എല്ലാം സംഭവിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഫസ്റ്റ് സമീർ പറഞ്ഞവർക്ക് എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടോ, അപ്പോൾ ആ രീതിയിൽ വന്നുകൊണ്ടാണ് കയറിയത്. കാരണം ആദ്യം എന്ത് ചെയ്തു, ഓള് ഡബ്ല്യൂയിൽ ഇൻവെസ്റ്റ് ചെയ്തോടുകൂടി ഓൾക്ക് പിന്നെ അത് മുതലാക്കൽ നിർബന്ധമായി. പിന്നെ അവളെ മൈൻഡ് സെറ്റ് തന്നെ മാറി. പിന്നെ അതിൽ വന്നതോടുകൂടി ഓളുന്ന തന്നെ ആ ഒരു ഇതിനോടൊപ്പം സെമീറിനേക്കാളും ഒരു പടി ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും. മൈൻഡ് സെറ്റ് ലെവലാണ് ഈ കയറുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ 90 ദിവസമാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ രാവിലത്തെ ഗ്രോത്ത് മോർണിംഗ് കൊടുക്കുന്നത്. അപ്പോൾ 100 ഷാർപ്പ്. അപ്പോൾ 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 3,70,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന ആ സാധനമാണ് കിട്ടുന്നുള്ള ബോധ്യം ഓളം വാല്യൂ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവൾ കറക്റ്റ് ടൈമിൽ വരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് ഈ രീതിയിലാണ് തരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയണം. പിന്നെ എത്ര വാല്യൂ ഉള്ള സംഭവമാണ്. അതുകൊണ്ടാണ് അവൾ വർക്ക് ചെയ്യുന്നത് എല്ലാത്തിനും. ഇതൊക്കെ വാല്യൂ ഉണ്ട്. അത് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടുന്ന രൂപത്തിൽ തന്നെയാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഓക്കെ. അപ്പം അങ്ങനെ അത് പോയിക്കോളും. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പം തന്നെ എത്ര ആക്റ്റീവ് ആകുന്നത്, കുറച്ച് കഴിയുമ്പോൾ ഈ നെറ്റ്വർക്കിംഗ് ഈ സംഭവങ്ങളൊക്കെ ഇവരുള്ള എല്ലാ ആളുകളെയും വിളിക്കാൻ ഏൽപ്പിക്കുക, കണക്ഷൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇൻഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം. റാപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. റാപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി നമ്മളെ ആവശ്യത്തിന് വിളിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളെ ആവശ്യത്തിന് ഒരാൾ വിളിക്കുമ്പോൾ അത് ഇപ്പോൾ സെമീർ വിളിക്കുക. പിന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. മുസ്തഫാനെ വിളിച്ചിട്ട് പറയാം നമുക്ക് വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ആണ്. അതേസമയം വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച മുസ്തഫാനോട് പറയാം, മുസ്തഫ നാളെയാണ് ഇപ്പോൾ നമ്മളെ 360 ഡിഗ്രിയിൽ. അപ്പോൾ നാളെ നിങ്ങളെ നെറ്റ്വർക്കിംഗ് ടോക്ക് നമ്മൾ നെട്ടിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു റാപ്പോ ബിൽഡിങ്ങിൻ്റെ രൂപമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. നമുക്കൊക്കെ ചെയ്യാം. നിങ്ങളെ സംഭവം അടിപൊളിയാക്കുന്ന നിങ്ങൾ ടൈമിന് എത്തണം കേട്ടോ. നിങ്ങൾ നേരം വൈകാതെ എത്തണം, സമയത്ത് വരണം എന്നുള്ള കാര്യം സെമീർ വിളിച്ചു പറയുന്നത് വെച്ചോ. അവിടെ റാപ്പോ കണക്റ്റഡായി. അപ്പം എന്നിട്ട് തന്നെ എന്ത് ചെയ്യുക, പുള്ളി വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളെ ടോക്ക് ഉഷാറാക്കണേ ഞാൻ ഷൂട്ട് ചെയ്യാം. ചെറിയ എൻ്റെ എഡിറ്റിംഗ് ചാർജ് തന്നാൽ അവിടെ ചെറിയൊരു ബിസിനസ് വന്നു. അവിടെ ഒരു എഫോർട്ടും ഇല്ലാതെ ചെയ്യുന്ന സംഭവമാണ്. ഷെബി എന്ത് ചെയ്യുന്നതാണ്, അത് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സാധനമാണ്. BNI സ്റ്റോറിന് ആദ്യം പറഞ്ഞാൽ ഞാൻ ചെറിയ എമൗണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങൾ അടിപൊളിയായിട്ട് ടോക്ക് ചെയ്താൽ മതി, നിങ്ങൾക്കത് നിങ്ങൾ ഡ്രസ്സിങ് ഒക്കെ ഉഷാറായിട്ട് വരികയെന്ന് തലേ ദിവസം പറഞ്ഞാൽ മതി. അങ്ങനെ നമുക്ക് ഓരോരുത്തർ സലീംഖാനോട് പറയാം. സലീംഖാൻ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, വെറുതെ വിളിക്കുക, ഈ വിഷയത്തിൽ വിളിക്കുക. അതായത് നാളെ 360 ഡിഗ്രി നിങ്ങൾ ഫിസിക്കലി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ എക്സാമ്പിൾ നമുക്ക് പറയണതാണ്, ലുക്മാനും ചെയ്യാവുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഇതിന് പൈസയ്ക്ക് വേണ്ടി മാത്രമേ വിളിക്കുമ്പോൾ നമുക്ക് വിളിക്കേണ്ട കുറേ ആൾക്കാരുണ്ട്. ഇവരൊന്നും ഇപ്പോൾ സജീവമായിട്ട് വരുന്നില്ല. സുനിലേട്ടൻ വരുന്നില്ല, അവരൊന്നും സജീവമായിട്ട് വരാത്തതെന്ന് വെച്ചാൽ ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. ഫോളോ അപ്പും കൃത്യമായിട്ട് കിടക്കുന്നത്. ഫാരിസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫാരിസ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒഫീഷ്യൽ ഫോളോ അപ്പ് എന്നുള്ള നിലക്കാണ് അവരതിന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി വിളിക്കുമ്പോൾ നാളെ എന്തായാലും ഉണ്ടാവണം കേട്ടോ. നമുക്കൊന്ന് റെഡിയാക്കാൻ ടോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഒരു ചെറിയ ഓപ്പറേറ്റർ ഇപ്പം വർക്കും കാര്യങ്ങളും കുറവാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, വൺകാസ്റ്റിന് ചെറിയൊരു ഇതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു വീഡിയോയും പുറത്തിറങ്ങിക്കോട്ടെ. നിങ്ങൾക്ക് വെറുതെ അവിടെ നിന്നൊരു ക്യാഷ്വൽ ഷൂട്ട്, അതിന് ചെറിയ എമൗണ്ട് ഇട്ടിട്ട് അത് വാങ്ങിയാൽ തന്നെ ഒരു 3-4 ആൾക്കാർക്ക് ഷൂട്ട് ചെയ്താലേ കുറച്ച് ഫണ്ടായില്ലേ, കുറച്ച് ഫണ്ട് പിടിക്ക് കയറൂലേ. ലുക്മാങ്ങൾ രണ്ടാളും സജീവമായിട്ട് നിങ്ങൾ അന്ന് വ്യാഴാഴ്ച എന്താ വെച്ചാൽ നമ്മളൊരു ഒരു ദിവസത്തെ നമ്മളുടെ മൊത്തത്തിൽ ബ്രാൻഡ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ ബ്രാൻഡിങ്ങാണ് കാണണമെങ്കിൽ പോലും നമ്മൾ ഒരു മൊത്തത്തിലൊന്ന് കൂടിച്ചേരുന്ന ഒരു ഡേ ആയിട്ട് എല്ലാവരെയും, ഇപ്പം നിഹാദിനെയും അസ്ലമിനെയും ഇവരൊക്കെ എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് അഴിയും. അപ്പം നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, കൂടിച്ചേരുന്ന ഒരു ഡേ എന്നുള്ള നിലക്ക് ഇതിനെ വീണ്ടും കൂട്ടിക്കെട്ടുണ്ട്. ഷാഹുൽ അൻവറിനെ വിളിക്കുക, ഷാഹുൽ അൻവർ ഈ ആഴ്ച മുതൽ സജീവമായിട്ട് വരാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്യുക,
ജംഷീനെ വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് വിളിക്കുന്നതും ഞാൻ വിളിക്കുന്നതും ഫാരിസ് വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും അവിടെ സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻസ് അങ്ങനെ കുറച്ചും കൂടെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെറ്റ്വർക്ക് ടോക്കിൽ നമുക്ക് അപ്പൊ പറഞ്ഞ സാധനം കത്തിയുണ്ട് സെലീം സാറും ഒക്കെ ഇവർക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:35 മുതൽ 7 മണിയുള്ള സമയം അവർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാം. അവർ എന്തെങ്കിലും സ്ട്രാറ്റജികളോ എന്തെങ്കിലും സംഭവങ്ങളോ ഒരു ഐഡിയ കൊടുത്താൽ മതി. നിങ്ങൾ ഒരു ചെറിയൊരു ടോക്ക് 2 മിനിറ്റ് ടോക്ക് വേണ്ടെന്ന് പറയാം. സുല്ലേട്ടനോട് പറയാം, ഷാവുലേട്ടനോട് എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞ കേട്ടോ ഒന്ന് ഷൂട്ട് ചെയ്തിടാം എന്ന് പറയാം, ഐഡിയ കൊടുക്കാം. അതായത് ഏത് സമയത്താണ് 6:35 മുതൽ 7 മണിയുള്ള സമയം. ആ ഗ്യാപ്പ് മിക്കവാറും ഞാൻ സംസാരിച്ച് തീർക്കലാണ്. നിങ്ങൾ ആരും ചോദിച്ചാൽ ആരൊന്നും റെസ്പോണ്ട് ചെയ്യൂല. അപ്പം എല്ലാവരും വിളിച്ചിട്ട് ഇനി ഓൺലൈൻ വരുന്ന ആളുകളാണെങ്കിലും സജീവമാവണം, നിങ്ങൾ വീഡിയോയിൽ വരണം, ഓക്കെ ആക്കണം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മയാക്കുക. ഈ ഒരു കാര്യം എന്താ വെച്ചാൽ വ്യാഴാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച നിങ്ങൾ ഈ ആക്റ്റീവായിട്ട് ചെയ്താൽ തന്നെ ഈ സാധനം ആക്റ്റീവായി ഈ ഒരൊറ്റ സാധനം മതി കൂടെ ഇവിടെ വർക്ക് വരാൻ, ഇവിടെ കച്ചവടമാകാൻ. ഇതന്നെ മതി നമുക്ക് അടുത്തൊരു ബ്രാൻഡ് ചെയ്യാൻ. കാരണം നമ്മളെ പിള്ളേരെ ഇതേപോലെ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവരാം. ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടല്ലോ, വിളിച്ചു വെച്ച് കൊണ്ടുവരാം. എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ അത് ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം അവരുമായിട്ട് ഒരു കോഫി ടോക്ക് വേണമെങ്കിൽ നമുക്ക് ആവാം. മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനത്തെ കൊണ്ടുവരാം, ഓരോ വ്യക്തികളെ കൊണ്ടുവരാം. ഫോട്ടോഗ്രാഫി സുഹൃത്തുണ്ട്, അവന് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അവന് ഈ ഒരു 360 ആണ് ഷൂട്ടിംഗ് ഉണ്ട്. മറ്റേ ഈ ജിമ്പിൽ വെച്ചിട്ട് ജിമ്പിൽ വെച്ചിട്ടില്ല. നമ്മുടെ നാളെ നമ്മുടെ മുതൽ ഡോക്ടറെ വിളിക്കാൻ കണ്ടിട്ട് ഞാനാ വർക്ക് എടുത്തത്, ഫ്ലൈറ്റ് എടുത്താണ്. ഇവനാണ് ചെയ്തത്. അപ്പോൾ അവന് ഇങ്ങനത്തെ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് എങ്ങനെ വ്യാഴാഴ്ച കൊണ്ടുവരണം അതോ ശനിയാഴ്ച കൊണ്ടുവരണം? അങ്ങനെ വ്യാഴാഴ്ച പോന്നോട്ടെ, വ്യാഴാഴ്ച വന്നോട്ടെ. വ്യാഴാഴ്ച ജസ്റ്റ് വലിയ സംഭവമായിട്ട് പറയണ്ട. ശനിയാഴ്ച നമുക്ക് ഇതിന്റെ കറക്റ്റ് സ്ട്രക്ചർ കഴിഞ്ഞ ആഴ്ച കൊടുത്താലും നമുക്ക് കൊടുക്കാം. ഒരു ഫുള്ള് ക്ലാരിറ്റി കൊടുക്കണോ, എങ്ങനെയൊക്കെയാണ്? ക്ലാരിറ്റി കൊടുത്തോ, കുഴപ്പമില്ല. ഓപ്പൺ നമ്മൾ സെമീറിന് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അതായത് സെമീർ ഞാൻ കുറഞ്ഞ കാലം കൊണ്ട് ഇങ്ങനെ ആവാൻ കാരണം അതാണ്. ഞാൻ എന്താ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഓൾറെഡി എനിക്കൊരു ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഞാൻ വൺ കാസ്റ്റ് ബ്രാൻഡ്, പിന്നെ ഞാൻ തന്നെ ഒരു ബ്രാൻഡ് വിഷ്വലൈസർ എന്നുള്ള പേഴ്സണൽ ബ്രാൻഡ്, അത്യാവശ്യം വീഡിയോസ് ചെയ്തു, നെറ്റ്വർക്ക് ഉണ്ട്, പല സ്ഥലങ്ങളിൽ കൂടി എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നുണ്ട്, അത്യാവശ്യം മേജർ ക്ലയൻറ്റുകൾ. നമ്മൾ പായാലും പറയാൻ പാടില്ല ഒരിക്കലും. നമ്മൾ ഗ്രോത്ത് ഉണ്ട് എന്നുള്ള ഫീൽ തന്നെ ആൾക്കാർ അതായത് നമ്മൾ പായാലും പറഞ്ഞാൽ 2 കാര്യം സംഭവിക്കുന്നത്. ഒന്ന് പറയണവൻ്റെ അത് എഫക്റ്റ് ചെയ്യും, നമ്മളിവിടെ ഇതാണ്. രണ്ടാമത് നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, പക്ഷെ നമ്മൾ ഗ്രോത്താണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഗ്രോത്ത് അങ്ങോട്ട് ആയിട്ടുണ്ടാവില്ല, എങ്കിൽ പോലും നമ്മൾ മുമ്പിൽ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് പറയേണ്ടത്, ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്, എന്നാലും അതിൻ്റെ മുകളിലേക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നിരന്തരമായിട്ട് ആളുകളോട് പറയണം, ഞാനിതാ ഗ്രോ ചെയ്തിട്ടുണ്ട്, ഇത്രയും ആയിട്ടുണ്ട്, ഇപ്പം ഇത്രയും ഇല്ലാത്ത കുറേ സംഭവങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അത് വരുമ്പോൾ വെച്ചാൽ നമ്മൾ നമുക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ്. നമുക്ക് നമ്മളോട് ഒറ്റയ്ക്ക് പറയാന്ന് പറയുമ്പോൾ അത് ഒരു വിഡ്ഢിത്താണല്ലോ, വെറുതെ കണ്ണാണ്ട് മുമ്പിൽ പോയത്. അതിന് പകരം എന്താ വെച്ചാൽ ഇതേപോലെ പറയേണ്ട ആൾക്കാരോട് വളരെ കോൺഫിഡൻസ് ആയിട്ട് പറയാം, ഞാനിത് അത്ര അച്ചീവ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ പായരങ്ങൾ പറയുമ്പോൾ നമ്മൾ എടുത്തു വരുന്ന ആൾക്കാർ 90% പായരം പറഞ്ഞുകൊണ്ടിരിക്കും വരിക. ആ പായരം വരുന്ന എടാ ഭയങ്കര പ്രശ്നമാണ്, പരിപാടിയില്ല, കച്ചവട ബിസിനസ് ഇല്ല, നേരെ തിരിച്ചു നടക്കല്ലേ. എനിക്കതൊക്കെ ഉണ്ട്, ഞാൻ വളരെ ഉഷാറായിട്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് കൃത്യമായിട്ടൊരു 2035 വരെ പ്ലാൻ ഉണ്ട്, നമുക്കൊരു ടീമുണ്ട്, റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, റെഗുലർലി ഞാൻ 1/2 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ 2.5 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനനുസരിച്ച് എനിക്ക് വർക്ക് വരുന്നുണ്ട്, ടീമുണ്ട്, കസ്റ്റമർ ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ട്രാക്കിലാണ് പോകുന്നത്. ധൈര്യമായിട്ട് പറഞ്ഞോടെ, അതുണ്ട്, നമുക്കത് ഉണ്ട്. പക്ഷെ അത് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പറയാൻ മടിയില്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത്. അപ്പം എന്താ നമ്മളെ മൈൻഡ് സെറ്റ്, നമ്മളവിടെ എത്തിയിട്ടുണ്ട് എന്ന ഫീല് വരും. ഓട്ടോ സജഷൻ അതിന് പറയാം ആ മെത്തേഡിന്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ വീണ്ടും നമ്മൾ നെഗറ്റീവ് കേൾക്കാൻ നമ്മൾ കാണുന്നവരോടും പറയാം ഭയങ്കര പ്രശ്നമാണ്, നമ്മളെ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമാണ്. അപ്പം നമ്മളെ ഫീൽഡ് വളരെ മോശമാണ് നിങ്ങൾക്കാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഫീൽഡ് എനിക്ക് ഭയങ്കര ഉഷാറാണ്, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ചെയ്തു, അങ്ങനത്തെ കുറേ ഐഡിയാസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എനിക്കുണ്ട്. അത് നിരന്തരമായിട്ട് കാണുന്നവരോടൊക്കെ പറയാം, അതിലേക്ക് എത്തിക്കുക. അപ്പം ആളുകൾ സംസാരത്തിൽ എന്ത് വെച്ചാൽ ഇങ്ങനത്തെ ടോപ്പിക്ക് ഇടിയിക്കുക, ജോലി പ്രശ്നങ്ങൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ടോപ്പിക് എങ്ങനെ പോകുന്നു, ഉഷാറല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളവിടെ നെഗറ്റീവ് പറയാൻ തീരുമാനം എടുത്തിട്ടാണ് പോവുക. ആളുകൾ 90% അങ്ങനത്തെ ഇട്ട ഓപ്പണായിട്ട് പറയാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫുള്ളി നെഗറ്റീവ് ആയിരിക്കും പറയാം. പണ്ടൊക്കെ നമ്മളിങ്ങനെ കത്തിയാണെന്ന് ആനയോ ചേനാനൊക്കെ പറയും, അത് ഫുള്ള് കേൾക്കുക, നമ്മൾ നേരെ തിരിച്ചിടുക. അതൊക്കെ നിങ്ങൾക്കാണ് സംഭവം.
എന്നെ സംബന്ധിച്ച് അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു അത്ഭുതമായിരിക്കും. അങ്ങനെ പറയാം. അത് നമ്മൾ പറയുന്നത് രണ്ട് തരത്തിൽ. ഓൻ്റെ ഇതിൽ നമ്മൾ പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഓനും പോസിറ്റീവ് ആകുന്നുണ്ട്. അങ്ങനെ സംഭവമുണ്ട്, ഓന് ഇതുവരെ കേട്ട സംഭവമുണ്ട്. നമ്മളാണ് അതിൽ കൂടുതൽ. 90% നമുക്കാണ് എഫക്റ്റ് ചെയ്യുക. നമ്മളെ മൈൻഡും നമ്മളെ എനർജിയും കൂടുക ചെയ്യുക. അപ്പം പിന്നെ അടുത്തൊരു ആക്ഷൻ നമുക്ക് എടുക്കാൻ ഭയങ്കര പവർഫുള്ളായി. നമുക്കും തോന്നുകയാണ് ഞാൻ ആ റേഞ്ചിലെത്തി, ആ സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പടി മുന്നിൽ. ഇപ്പോൾ നമുക്കറിയാം മുസഫി ഡോക്ടറുടെ ഇന്ന് ബ്രാൻഡ് ബുക്കിൽ കാണുന്ന ആ സ്റ്റോറി എഴുതുന്ന സമയത്ത് പുള്ളി അന്ന് ആ പെട്ടിക്കൂടിൻ്റെ ഉള്ളിലായിരുന്നു. അന്നാണ് പുള്ളിയുടെ ടീമിനൊക്കെ കൂടി ഇരുത്തി ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്ത് ബ്രാൻഡ് ബുക്കിൽ കൊടുത്തത്. അതേപോലെ ജൗഹറിന് അന്ന് ആ സാധനം ഇടുന്ന സമയത്ത് വെറുതെ ബ്രാൻഡ് ബുക്ക് മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചാൽ മതി. 2-3 ആളുകൾ ഒഴിച്ച ആളുകളൊക്കെ അന്ന് നമ്മൾ ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു, ക്രിയേറ്റ് ചെയ്ത സാധനമായിരുന്നു. ജൗഹറിനൊന്നും അന്ന് ഒരു സാധനമില്ല, ഒരു ബ്രാൻഡോ സംഭവം ഒന്നുമില്ല. ഇന്ന് ജൗഹറിൻ്റെ അവസ്ഥ ഒന്ന് പോയി നോക്കുക. അത്യാവശ്യം നല്ല റേഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട് കാര്യം പോകുന്നു. സോഫീസ് നെറ്റ്മിനീസ അന്ന് ആ പറഞ്ഞ റേഞ്ചിൽ നിന്ന് പുള്ളിക്കാരത്തിൽ നിന്ന് ഇന്നിപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ അവിടെ ഗസ്റ്റായിരുന്നു. അത് പിന്നെ കോട്ടക്കൽ നടന്ന പ്രോഗ്രാമിൽ അവർ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അന്ന് അവർ ഇത് എഴുതുന്ന സമയത്ത് നമ്മൾ ഒന്ന് എന്ത് ചെയ്യാണ്, കുറച്ചൊന്ന് കൂട്ടി പറഞ്ഞതാണ്. ആ റേഞ്ചിന് മേലെ കടന്നു പോരാ എല്ലാവരും. ഇപ്പം മുസഫി ഡോക്ടർ എത്ര പിന്നെ 100 കോടി എന്നുള്ള ഒരു റീച്ചിലെത്തി എല്ലാവരും, എല്ലാം ഓരോ ആളുകളും. ഇപ്പം നമ്മൾ ആലമ് ഇവിടെ വരുന്ന സമയത്ത് ആലമിന് സ്വന്തമായിട്ട് ബ്രാൻഡ് പോയിട്ടൊരു സ്ഥാപനം പോലും ഉണ്ടായിരുന്നില്ല. വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷബീബിന് ആദ്യമായിട്ട് ഓഫീസ് ഞാൻ എൻ്റെ ഇമാജിനറിലാണ് 2 കസേരയിട്ട് കൊടുക്കുകയത്. ഒരു കസേരയും. എന്നിട്ട് ഷബീബിൻ്റെ അവസ്ഥ എന്താ? മുസ്തഫ ബാംഗ്ലൂരിൽ നിന്ന് എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ ഒരു അമ്മോശാക്ക ഒരു ചെറിയ സെറ്റപ്പ് മാത്രം ചെയ്തുകൊണ്ട സമയത്ത് അവിടെ വരുന്നത്. ഇന്നിപ്പോൾ ഒന്ന് കാണുന്ന മലബാറിൽ തന്നെ 1 ഓഫ് ദ നമ്പർ 1 എന്നുള്ള ലെവലിൽ ജിമ്മായി, അത്രയും വിസിബിലിറ്റി ആയി. നിഹാല് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത്, നിഹാൽ ഡോക്ടർ വരുന്ന സമയത്ത് ഒരു ചെറിയ ഒരു സംഭവമാണ് ഇവിടെ ഇതിൻ്റെ ചോട്ടിലുണ്ടായിരുന്നത്. അവിടെ ഇവിടെ നിന്നിട്ട് ടാറ്റിക്സും എല്ലാ ക്ലാസ്സും റെഗുലർലി വന്നിട്ടുണ്ട്. സിമേനെ അറിയാവുന്ന റെഗുലർലി 2 ആളും വന്നിട്ടാണ് ഓരോ എന്ത് ചെയ്ത് ട്രാക്ക് ചെയ്ത് പോയത്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഉദ്ഘാടനം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് ഓല് നമ്മളെ പറ്റി ഒരു പുസ്തകം എഴുതിയത്. ആ പുസ്തകം നമ്മളെ കുറിച്ചാണ്, ഡോക്ടറിനെ എങ്ങനെയാണ് അവരെ വളർത്തിയത്. ആ പുസ്തകം തന്നെ വിസ്ഡം ദാറ്റ് ചേഞ്ച് മൈ ലൈഫ്. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ആ പുസ്തകം ഇതുപോലെ ഡോക്ടർ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ഇവരൊക്കെ കഥകൾ നിങ്ങൾക്ക് പറയാം. പക്ഷെ അന്നൊന്നും നമുക്ക് ഇതിനെ ഒരു കറക്റ്റ് ഒരു ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജികൾ നമ്മളും പഠിച്ചു വരികയായിരുന്നു. അപ്പം അതൊക്കെ പലരും അവരുടേതായ ലെവലിൽ അവർ വളർന്നു പോവുകയാണ് ചെയ്തത്. ഇപ്പം നമുക്ക് ഒന്നും കൂടി സ്ട്രക്ചേർഡായി, നമുക്ക് കറക്റ്റ് എങ്ങനെ പോകണം എന്നുള്ളത് അറിയാം. പിന്നെ മാത്രമല്ല പിന്നെ ട്രഡീഷണൽ രീതിയിൽ നിന്നും മാറി എക്കോസിസ്റ്റം എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ബിസിനസ് ചെയ്യുന്ന മോഡൽ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇത് നിങ്ങൾ അണ്ടർസ്റ്റുഡ് ആയ ഞാൻ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഇത് ഓക്കെ ആണോ? അതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? ഫാരിസ് ഓക്കെ ആണോ? കാസ്റ്റിൽ നിന്നാൽ മതി. അവൻ മറ്റേതവൻ പേഴ്സണലായിട്ട് എന്ത് ചെയ്താൽ മറ്റേ ഇപ്പോൾ ചെയ്തോട്ടെ. അപ്പം ഇതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ കുട്ടികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ പോകും, അല്ലാതെ നമ്മൾ ഹയർ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ വരുന്ന കുട്ടികൾ ഷമീറിൻ്റെ അടുത്തേക്ക് വരുന്ന ആളായിരിക്കും, പക്ഷെ അവന് സൂട്ടബിൾ ആയിട്ട് ലുക്മാൻ്റെ അണ്ടറിലുള്ള സാധനമായിരിക്കും. അങ്ങോട്ട് പ്ലഗ് ലുക്മാൻ കൊണ്ടുവരുന്ന ആൾ ഓൻ്റെ സാധനം ചിലപ്പോൾ സൂട്ടബിൾ ആവില്ല, അവനെ നേരെ സെമീറിൻ്റെ അടുത്ത് പ്ലഗ് ചെയ്യാൻ പറ്റും. നിങ്ങൾ രണ്ടാമതും പറ്റാൻ നേരെ ഇവനായിരിക്കും പറ്റുക. അത് നമ്മൾ പക്ക അങ്ങനത്തതേ എടുക്കുള്ളൂ, അല്ലാതെ നമ്മൾ ഓനെ പിടിച്ച് നിർബന്ധിച്ച് ഈ ആ ഫാരിസിൻ്റെ ബ്രാൻഡിൻ്റെ അണ്ടറിൽ നിന്നൊന്നും പറയൂല. ഓൻ ഫാരിസിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ഇതിനെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അപ്പോഴേ ഒരു തമ്മിൽ മാച്ച് ആവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. അപ്പം നിങ്ങൾ തമ്മിൽ മാച്ച് ആവുന്ന കാരണം എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും എന്താണ്, അല്ലെങ്കിൽ രണ്ടാളും ഒരുമിച്ച് വന്നിരിക്കുമോ. ലുക്മാന് മികച്ചോടാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ വന്നിരിക്കുവാണ്. ഓൻ ഇതിനോട് ഇഷ്ടമുണ്ട് ഉള്ളിൽ ഈ സംഭവത്തിൻ്റെ ഈ ടെക്നോളജി സാധനങ്ങളും എയും പിന്നെ എഡിറ്റിങ്ങും പിന്നെ വീഡിയോസും ഇതിൽ ഇഷ്ടമുള്ള ഒരാളാണ്. അവൻ്റെ ഉള്ളിൽ ആ സാധനം കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ റെഗുലർലി ഇവിടെ വന്ന് അസോസിയേറ്റ്. പിന്നെ വേറെ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, അങ്ങനെ അതൊക്കെ സത്യം ആയിരിക്കാം, അങ്ങനെ പ്രായതാണ്. പക്ഷേ അവൻ്റെ ഉള്ളിൽ ബേസിക്കലി സാധനമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. സെമി ശ്രദ്ധിക്കണം വെച്ചാൽ ഓൻ്റെ കയ്യിൽ ആ സാധനം ഉണ്ട്, അതിനെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഓൻ തന്നെ കൊടുക്കണം, സെറ്റ് ചെയ്ത്. അതാണ് നമ്മൾ ബ്രാൻഡ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പം തന്നെ പേഴ്സണൽ ബ്രാൻഡ് അങ്ങനെ തുടങ്ങി നല്ല സ്ട്രക്ചറായി, പിന്നെ അതേപോലെ ടീം വന്ന് ബ്രാൻഡായി. ഒരു ബ്രാൻഡ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരാൾ വേണം. നമുക്കൊരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, 100 കാര്യം ചെയ്യാൻ പറ്റുകയില്ല, ഒറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ ഒരാൾ വേണം.
അത് പക്ക ഒരു പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള വേറെ ഒരാളാണ്. ഈ പറഞ്ഞ പോലെ ഓരോ ഇതിനും ഓരോരോ ലീഡേഴ്സിനെ വെക്കണം. വേണം. ഓക്കെ, ഇനി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ റെഡി ആണെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്താ വെച്ചാൽ, ഞാൻ സെമീനോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഓരോ സ്റ്റോറികൾ നമ്മൾ ലോകത്തോട് പറയണം. ലോകത്തോട് പറയാൻ വേണ്ടി നമ്മളൊരു ചാനൽ തുടങ്ങും. നമ്മളൊരു ചാനൽ ഓപ്പൺ ചെയ്യുന്നു. ഏതാ അതിലെ റെക്കോർഡ്? ഓക്കെ. അതായത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യും.